വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം പ്രിട്ടി മിസ് ആണ്. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ മിസ് ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു കംപ്ലീറ്റ് വൺ ഷോട്ട് റിവിഷനുമായിട്ടാണ്. ബയോളജി ക്ലാസിഫിക്കേഷൻ എന്ന നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഒറ്റ വീഡിയോയിലാണ് നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണണം. നിങ്ങളുടെ പോയിന്റ്സ് ഒക്കെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അതുമാത്രമല്ല, നിങ്ങളുടെ +1 സയൻസിൽ പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഈ വീഡിയോ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. പിന്നെ നമുക്കറിയാം ബയോളജി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് +1 നിങ്ങൾക്ക് പഠിക്കാൻ വളരെ സിമ്പിളായ ചാപ്റ്റർ ആണെങ്കിൽ കൂടെ വളരെയധികം വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. അപ്പം നമുക്ക് നല്ലോണം ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഓരോ എക്സാമ്പിൾസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ബയോളജി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളെപ്പോലെയുള്ള എല്ലാ ലിവിങ് ഓർഗാനിസും സിമിലാരിറ്റിയും ഉണ്ട്. എല്ലാവരും വെച്ച് നോക്കുമ്പോൾ നമുക്ക് പല ഡിഫറൻസസും ഉണ്ട്. ആ സിമിലാരിറ്റിയുടെയും ഡിഫറൻസസിൻ്റെയും ഒക്കെ ബേസിൽ നമ്മൾ ഓരോ ഓർഗാനിസത്തിനെയും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കിങ്ഡം മൊനീറ, പ്രൊട്ടീസ്റ്റ ആൻഡ് ഫംഗ, ഇത് മൂന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അതിൻ്റെ എക്സാമ്പിൾസും. ആൻഡ് കിങ്ഡം പ്ലാന്റ് ആൻഡ് ആനിമൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡത്തിൽ പഠിക്കുന്നതാണ്. വൈറസ്, വൈറോയിഡ്സ്, പ്രയോൺസ് ആൻഡ് ലൈക്കൻസ് എന്തുണ്ട്, 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കൂടെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഫ്രീ നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ അതിനുള്ള ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും, കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നോട്ട്സുകൾ കിട്ടും. പക്ഷെ നോട്ട്സ് മാത്രം മതിയാവില്ല അല്ലേ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് കോൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കണം. റിവിഷൻ ചെയ്യണം, അതായത് ഓരോ എക്സാമിനനുസരിച്ച് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്ത് തന്നെ, മോഡൽ എക്സാമൊക്കെ ചെയ്ത് തന്നെ നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് പെട്ടെന്ന് ക്ലിയർ ആവും. നമ്മളൊരു 10th ലെവലിൽ പഠിച്ച പോലെ അല്ല +1 +2 ലെവൽ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉയരാനുണ്ട്, സിലബസുകൾ അത്രയും പഠിക്കാനുണ്ടെങ്കിൽ അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ നമ്മുടെ അഗ്നി ബാച്ചാണ്. കാരണം അടിപൊളി ലൈവ് ക്ലാസ്സസും വീഡിയോ റെക്കോർഡ് കോണ്ടന്റ്സുകളും, ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് എപ്പോൾ ഡൗട്ട് ഉണ്ടോ അതൊക്കെ ക്ലാരിഫൈ ചെയ്ത് നമ്മൾ തരും. അതുമാത്രമല്ല നിങ്ങൾക്ക് PYQs കാര്യങ്ങൾ അവൈലബിൾ ആണ്. അതുമാത്രമല്ല ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലൂടെ എങ്ങനെ ചോദ്യം വരുന്നു എന്നുള്ള എല്ലാ ഐഡിയയും നമ്മുടെ അഗ്നി ബാച്ചിലൂടെ ലഭിക്കുന്നതാണ് കേട്ടോ. സോ സമയം കളയണ്ട, നമുക്ക് നേരെ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. അരിസ്റ്റോട്ടിൽസ് കോൺട്രിബ്യൂഷൻ, അതായത് ആദ്യമായിട്ട് ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് നമ്മുടെ അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹം ആദ്യമായിട്ട് ഫസ്റ്റ് സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ നടത്തിയത് മോർഫോളജി വെച്ചിട്ട്, അതായത് അവരുടെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ്. എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, അതായത് മോർഫോളജി നമ്മൾ പറയുന്നത് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ്. ഈ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തതാണ് എന്ത്, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിനെ എന്തൊക്കെ ക്ലാസിഫൈ ചെയ്തു അരിസ്റ്റോട്ടിൽ, ഹെർബ്സ്, ഷബ്സ്, അതുപോലെ ട്രീസ് അല്ലേ. നമ്മുടെ പുല്ലുകളുണ്ട്, ഒരു റോസാ ചെടീൻ്റെ ഒക്കെ വലുപ്പത്തിലുള്ളവരുണ്ട്, പിന്നെ ഉള്ളത് വലിയ മരങ്ങളാണ്. അങ്ങനെ അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തു, ഹെർബ്, ഷ്രബ് ആൻഡ് ട്രീസ് എന്നിങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇതാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. അതുമാത്രമല്ല ആനിമൽസിനെയും എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. എങ്ങനെയാണ്, റെഡ് ബ്ലഡഡ് ആൻഡ് നോൺ റെഡ് ബ്ലഡഡ്, ചുവന്ന രക്തമുള്ളവ ഇനി അല്ലാത്തവ എന്നിങ്ങനെയും അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. എന്നാൽ അതിനും എന്താണ്, അദ്ദേഹം പലതരത്തിലുള്ള ഡ്രോബാക്സും കാര്യങ്ങളും വന്നു. അങ്ങനെ വന്നപ്പോഴാണ് കാൾ ലീനിയസ് എന്ത് ചെയ്തത്, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നത്. കാരണം വെറുതെ ജസ്റ്റ് മോർഫോളജി മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ കുറേ ഇൻറ്റേർണൽ സ്ട്രക്ചർ നമ്മൾ പഠിക്കണം. അങ്ങനെ കാൾ ലീനിയസ് കൊണ്ടുവന്ന ക്ലാസിഫിക്കേഷനാണ് എന്താ, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പം അതിൽ ഏതൊക്കെയാണ് വരിക, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ. കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ, ഇതാണ് എന്ത് നമ്മുടെ ഈ ഒരു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അവരുടെ സെൽ വോള്, റെസ്പോൺസ്, സ്റ്റിമുലസ് റെസ്പോൺസ് എങ്ങനെയാണ്, അതുപോലെ ലോക്കോമോഷൻ, മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ഇതൊക്കെ വെച്ചിട്ടാണ് കാൾ ലീനിയസ് എന്ത് ചെയ്ത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അപ്പം ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക, കാൾ ലീനിയസ് കൊണ്ടുവന്നത് കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ ആണ്. എന്നാലും ഇവിടെ കുറേ ഡ്രോബാക്സുകൾ വന്നു. എന്തൊക്കെയായിരുന്നു ഡ്രോബാക്സ്, യൂകാരിയോട്സ് പ്രോകാരിയോട്സിനെ പ്രത്യേകം അവരെന്ത് ചെയ്യില്ല, ഡിഫറൻഷ്യേറ്റ് ചെയ്തില്ല. യൂണിസെല്ലാറിനും മൾട്ടി സെല്ലാറിനെ പ്രത്യേകം, അതായത് ഏകകോശ ജീവികളെയും ബഹുകോശ ജീവികളെയും പ്രത്യേകം എന്ത് ചെയ്തില്ല, ഡിഫറൻഷ്യേറ്റ് ചെയ്തില്ല. അപ്പം അങ്ങനെ കോശം വെച്ച് നോക്കുമ്പോഴും അവരുടെ ഡെവലപ്മെൻറ്റ് വെച്ച് നോക്കുമ്പോഴും സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി വെച്ച് നോക്കണം, ന്യൂട്രീഷൻ അവരെടുക്കുന്ന ഭക്ഷണ രീതി വെച്ച് നോക്കുമ്പോഴും, ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴും എന്തുണ്ട്, പലരും പല മിക്സപ്പ് ആയിട്ടാണ്, ചിലത് അവരൊന്നും ഉൾപ്പെട്ടിട്ടില്ല. അങ്ങനെ കുറേ ഡ്രോബാക്സ് വന്നപ്പോഴാണ്
ഈ ഒരു 2 കിങ്ഡം ക്ലാസിഫിക്കേഷനെ മാറ്റിയിട്ട് പുതിയൊരാൾ വന്നത് ഇതാണ് നമ്മുടെ RH വിറ്റാക്കർ. RH വിറ്റാക്കർ എന്ത് കൊണ്ടുവന്നു? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പം ഇത് കൊണ്ടുവന്നത് ആരാണ്? ഇത് കൊണ്ടുവന്നത് RH വിറ്റാക്കർ ആണ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതിൽ യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും ഒക്കെ മിക്സപ്പ് ആയിട്ടുണ്ട്. ഫോട്ടോസിന്തറ്റിക് ന്യൂട്രീഷൻ ഉള്ളവരും അല്ലാതെ ഹെട്രോട്രോഫിക് ആയിട്ടുള്ളവരൊക്കെ എന്തുണ്ട് ചിലയിടത്ത് പെടാത്ത വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് RH വിറ്റാക്കർ എന്ത് ചെയ്തു? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. ആൻഡ് ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ RH വിറ്റാക്കർ. ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കിങ്ഡംസ്? മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റൈ ആൻഡ് ആനിമേലിയ. അപ്പോൾ ഇത് എന്തിൻ്റെയൊക്കെ ബേസിലാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്? സെല്ലിൻ്റെ സ്ട്രക്ചർ നോക്കി, ഒരു കോശത്തിൻ്റെ ഘടന എങ്ങനെയാണ് എന്ന് അദ്ദേഹം നോക്കി. അതുപോലെ താലസ് ഓർഗനൈസേഷൻ, അവരുടെ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗ്രീൻ പാർട്ടിൻ്റെ ഓർഗനൈസേഷൻ, താലസ് എന്ന് നമ്മൾ പറയുന്ന ഭാഗം, അതെങ്ങനെയാണ് എന്ന് നോക്കി. മോഡ് ഓഫ് ന്യൂട്രീഷൻ, അവർ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി. റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്, എങ്ങനെയാണ് ഓരോ ഓർഗാനിസം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവരുടെ എവല്യൂഷനിലെ ഡിഫറൻസുകൾ അല്ലെങ്കിൽ റിലേഷൻസ് എങ്ങനെയാണ്, ഇതെല്ലാം പഠിച്ചിട്ടാണ് RH വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ മുന്നോട്ട് കൊണ്ടുവന്നത്. ഏതൊക്കെയാണ് 5 കിങ്ഡം? കിങ്ഡം മൊനീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റൈ ആൻഡ് കിങ്ഡം ആനിമേലിയ. ഈ 5 കിങ്ഡം ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം സെൽ സ്ട്രക്ചർ നോക്കി അദ്ദേഹം. എന്തൊക്കെ നോക്കി? പ്രോകാരോട്ട് ആണോ യൂകാരോട്ട് ആണോ എന്ന് അദ്ദേഹം ആദ്യം നോക്കി. ഓക്കെ, പ്രോകാരോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനറ്റ് ആയിട്ട് ന്യൂക്ലിയസ് ഇല്ലാത്തവർ, ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നും ഇല്ലാത്തവരാണ് പ്രോകാരോട്ട് എന്ന് പറയുന്നത്. യൂകാരോട്ട് എന്ന് പറയുമ്പോഴോ അവിടെ എന്താണ്? അവിടെ ഡെഫിനറ്റ് ന്യൂക്ലിയസും ന്യൂക്ലിയർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് കാണും, അതായത് സ്ഥലനിർമ്മിതമായ കോശാംഗങ്ങളെ കാണും. ഈ ഒരു വ്യത്യാസം അദ്ദേഹം പഠിച്ചു. യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ആണ്. ഏകകോശ ജീവികളും ബഹുകോശ ജീവികളെയും വെച്ചിട്ട് അവരുടെ ബോഡി ഓർഗനൈസേഷനെ പറ്റി പഠിച്ചു. മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഓട്ടോട്രോഫിക് ആണോ ഹെട്രോട്രോഫിക്, സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ കഴിവുണ്ടോ അതോ വേറെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാണോ, ഇതും അദ്ദേഹം നോക്കി. പിന്നെ എന്ത് നോക്കി? അസെക്ഷൽ ആൻഡ് സെക്ഷൽ, റീപ്രൊഡക്ഷൻ, അവരുടെ പ്രത്യുൽപാദനം എങ്ങനെയാണ് നോക്കി. ലാസ്റ്റ് എന്താണ്? എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചോളാം. വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന് യൂസ് ചെയ്ത ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ വരും 2 മാർക്കിനൊക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? വിറ്റാക്കർ ഈ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ എന്തൊക്കെയാണ് അദ്ദേഹം നോക്കാം. കിങ്ഡം മൊനീറ, ഈ ഒരു ടേബിള് നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം 1 മാർക്കിനും 2 മാർക്കിനും ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ആദ്യം നമ്മൾ പറഞ്ഞു സെൽ ടൈപ്പ് നോക്കി എന്നുള്ളത് അല്ലേ. പ്രോകാരിയോട്ടിക് അല്ലെങ്കിൽ മൊനീറ മാത്രമാണ് എന്ത്? പ്രോകാരിയോട്ടിക് ആയിട്ട് വരുന്നവർ. ഓക്കെ, ഡെഫിനറ്റ് ആയിട്ട് ന്യൂക്ലിയസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്തവരാണ് എന്താ? പ്രോകാരിയോട്ട്. അതാരും മാത്രമേ ഉള്ളൂ? കിങ്ഡം മൊനീറ. ബാക്കിയുള്ള പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റൈ, ആനിമേലിയ ഇവരെല്ലാം എന്താണ്? യൂകാരിയോട്ടുകളാണ്. സെൽ വോൾ എടുക്കുമ്പോഴോ മൊനീറയിൽ പോളിസാക്രൈഡ് അതുപോലെ അമിനോ ആസിഡ്സ് ഒക്കെ ഉണ്ട്. പ്രൊട്ടിസ്റ്റയിലോ ചിലതിലേ ഉള്ളൂ. ഫഞ്ചൈലോ സ്കൈറ്റിൻ വെച്ചിട്ടാണ് സെല്ലിൻ്റെ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്ലാന്റയിലും ഉണ്ട്, സെല്ലുലോസ് ആണ്. ആനിമൽസിലോ സെൽ വോൾ ഇല്ല. അപ്പം പ്രൊട്ടിസ്റ്റയിലും ചിലതിലില്ല, ചിലതിലുണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പ്രോകാരിയോട്ട് യൂകാരിയോട്ട് ഇതിൽ ആബ്സെൻ്റ് ആണ്, ബാക്കി എല്ലാത്തിലും പ്രസൻ്റ് ആണ്. അത് നിങ്ങൾക്ക് പ്രോകാരിയോട്ട് യൂകാരിയോട്ട് പഠിച്ചാൽ തന്നെ കിട്ടും. ഇനി ബോഡി ഓർഗനൈസേഷൻ, മൊനീറ എന്താണ്? സെല്ലുലാർ ആണ്, ഒരൊറ്റ സെല്ലിലൊക്കെയാണ് നമ്മൾ കാണുക. പ്രൊട്ടിസ്റ്റം എന്താണ്? സെല്ലുലാർ ആണ്. ഫഞ്ചൈ എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ്, ഒന്നിൽ കൂടുതൽ സെല്ലുകളുള്ള ഓർഗാനിസമാണ്. ചിലപ്പം അത് ടിഷ്യൂസ് ആയിട്ടും കാണും. പ്ലാന്റ് എന്ന് പറയുന്നത് ടിഷ്യൂ ഓർഗൻ ഒക്കെ ചേർന്നിട്ടാണ്. അവർക്ക് ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്, അത് ചേർന്ന് ഓരോ സ്റ്റെം റൂട്ട് എന്ന ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആനിമലിലേക്ക് വരുമ്പോഴോ ടിഷ്യൂ ഉണ്ട്, ഓർഗൻ ഉണ്ട്, ഓർഗൻ സിസ്റ്റം ലെവലുണ്ട്. നമ്മുടെ ബോഡി എന്താണ്? ഡിഫറെൻറ്റ് ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റംസ് ചേരുന്നതാണ്. അപ്പം അത്രയും ആണ് അവരുടെ ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ന്യൂട്രീഷൻ. എങ്ങനെയാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നത് എന്ന്. മൊനീറയിൽ ഓട്ടോട്രോഫിക് ആണ്, അതായത് കീമോസിന്തറ്റിക് ആൻഡ് ഫോട്ടോസിന്തറ്റിക് ഉണ്ട്. പ്രൊട്ടിസ്റ്റയിലോ ഫോട്ടോസിന്തറ്റിക് ആൻഡ് ഹെട്രോട്രോഫിക് ഉണ്ട്. ഫഞ്ചൈലോ ഹെട്രോട്രോഫിക് അല്ലെങ്കിൽ സാപ്രോഫൈറ്റിക് ഉണ്ട്. പ്ലാന്റയിലോ ഓട്ടോട്രോഫിക് ഫോട്ടോസിന്തറ്റിക് ആണ്. ആനിമയിലെ ഹെട്രോട്രോഫിക് ആണ്. അപ്പം ഇതിൽ ഓട്ടോട്രോഫിക് ആയിട്ടുള്ളവർ ഏതൊക്കെയാണ്? മൊനീറയിലും പ്രൊട്ടിസ്റ്റയിലും നമുക്ക് കാണാം, സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മുടെ പ്ലാന്റയും. അപ്പോൾ പ്ലാന്റയിലും പ്രൊട്ടിസ്റ്റയിലും മൊനീറയിലും എന്തുണ്ട്? സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ കഴിവുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എന്നാൽ
ഫംഗസ് കംപ്ലീറ്റ്ലി ഹെട്രോട്രോഫിക് ആണ്, ആനിമേലിയും കംപ്ലീറ്റ്ലി ഹെട്രോട്രോഫിക് ആണ്. അതിൽ തന്നെ വേരിയേഷൻ ഉണ്ട്. മൊണീറയിൽ നമുക്ക് കാണാം സാപ്രോട്രോഫുകളും പാരസൈറ്റുകളൊക്കെ ഉണ്ട്. പ്രൊട്ടിസ്റ്റയിലും അതേപോലെ തന്നെ ഹെട്രോട്രോഫ്സുകൾ ഉണ്ട്. ഫഞ്ചയിലും എന്തുണ്ട്, മെജോറിറ്റി സാപ്രോഫൈറ്റ്സ് ആണ്, ചിലത് പാരസൈറ്റ്സ് ഉണ്ട്. ആനിമേലിയയിലോ ഹോളോസോയിഡ് ന്യൂട്രീഷൻ ഉണ്ട്, അതുപോലെ സാപ്രോഫൈറ്റിക്കും ഒക്കെ ഉണ്ട്. സോ ഈ രീതിയിലാണ് അവർ ന്യൂട്രീഷൻ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന് ശേഷം വീണ്ടും ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതിൽ കിങ്ഡം മൊണീറയെ തന്നെ വീണ്ടും 2 ആയിട്ട് തിരിച്ചതാണ്, യൂക്കാരിയ, ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഓരോ പോയിന്റ്സുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ ക്ലാസ്സിൽ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ സിലബസ് നമുക്ക് അത്രയും പഠിക്കാനില്ല. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കിങ്ഡം മൊണീറയിലേക്കാണ്. കിങ്ഡം മൊണീറ എന്ന് പറയുമ്പോൾ ഓർത്തോളൂ, ഒന്നാമത്തെ പോയിന്റ്, ബാക്ടീരിയ ആർ ദ സോൾ മെമ്പേഴ്സ്. കിങ്ഡം മൊണീറയിലുള്ള എല്ലാവരും എന്താണ്, ബാക്ടീരിയാസ് ആണ്. ആൻഡ് ദേ ആർ അബണ്ടന്റ് മൈക്രോ ഓർഗാനിസം ഒക്കർ ഓൾമോസ്റ്റ് എവ്രിവെയർ. എല്ലായിടത്തും കാണപ്പെടുന്ന ആൾക്കാരാണ് ഈ ബാക്ടീരിയ എന്ന് പറയുന്നത്. സോയിലുണ്ടോ, സോയിലുണ്ട്. എയറിൽ കാണാമോ, എയറിലുണ്ട്. വാട്ടറിലുണ്ടോ, വാട്ടറിലുണ്ട്. മോയിസ്റ്റ് ഏരിയയിലുണ്ട്, അവിടെയുമുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തും കാണപ്പെടുന്ന ഒരാൾക്കാരാണെന്ത്, ബാക്ടീരിയ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു പിടി സോയിൽ എടുത്താൽ, അല്ലെങ്കിൽ നമ്മുടെ വായിൽ ഇച്ചിരി എയർ പിടിച്ചാൽ അതിലൊക്കെ എന്തുണ്ട്, നമുക്ക് ഈ ബാക്ടീരിയാസിനെ കാണാം. അപ്പോൾ ബാക്ടീരിയാസിനും എന്തുണ്ട്, സെൽ വോൾ ഉണ്ട് അല്ലേ, സെൽ വോൾ ഉണ്ട്. ആൻഡ് ഷേപ്സ് ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയനെ നമ്മൾ ഷേപ്പ് വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ സ്പെറിക്കൽ ഷേപ്പ് ഉണ്ട്, റോഡ് ഷേപ്പ് ഉണ്ട്, ഇങ്ങനെ സ്പൈറൽ ഷേപ്പ് ഉണ്ട്. അതല്ലാതെ തന്നെ എന്തുണ്ട്, ഇതാ സ്പൈറലും രണ്ടും കൂടെ ചേർന്നിട്ടുമുണ്ട്. അപ്പോൾ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേത് ദ സ്പെറിക്കൽ കോക്കസ്, വട്ടത്തിലുള്ളതിനെയാണ് നമ്മൾ സ്പെറിക്കൽ കോക്കസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ റോഡ് ഷേപ്ഡ് ബാസിലസ്, ഇതുപോലെ റോഡ് ഷേപ്പായിട്ട് കാണുന്നതിനെയാണ് ബാസിലസ് എന്ന് നമ്മൾ പറയുന്നത്. മൂന്നാമത്തേതാണെന്ത്, കോമ ഷേപ്പ്. നമ്മൾ സാധാരണ കുത്തും കോമ ഇടില്ലേ, അതിലെ കോമ ഷേപ്പാണെന്ത്, ഇതാ ഈ കാണുന്നത് കോമ ഷേപ്പ്. യെസ്, അപ്പോൾ കോമ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയനെ നമ്മൾ എന്ത് പറയുന്നു, വിബ്രിയം എന്ന് പറയുന്നു. ലാസ്റ്റ് നാലാമത്തേതാണെന്ത്, സ്പൈറൽ, സ്പൈറുലം. ഇതുപോലെ സ്പൈറൽ ആയിട്ട് കാണുന്നതിനെ സ്പൈറുലം എന്ന് പറയുന്നത്. അപ്പം ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഷേപ്പ് ഓഫ് ദ ബാക്ടീരിയ വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരും. ഓരോന്നും ഓർത്ത് നോക്കുക. സ്പെറിക്കൽ കോക്കസ് ഉണ്ട്, റോഡ് ഷേപ്ഡ് ബാസിലസ് ഉണ്ട്, സ്പൈറൽ ആയിട്ടുള്ള സ്പൈറുലം ഉണ്ട്, കോമ ഷേപ്ഡ് വിബ്രിയം ഉണ്ട്. ക്ലിയർ ആയില്ലേ? ഇനി ഈ ബാക്ടീരിയയിൽ തന്നെ ഓട്ടോട്രോഫിക്കും ഉണ്ട്, അതായത് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവർ. അതേപോലെ തന്നെ ഓട്ടോട്രോഫിക്കിൽ തന്നെ ഫോട്ടോ ഓട്ടോട്രോഫിക്കും കീമോ ഓട്ടോട്രോഫിക്കും ഉണ്ട്. ലൈറ്റ് യൂസ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കുന്നവരും അതല്ലാതെ മറ്റ് ഇൻഓർഗാനിക് സബ്സ്ട്രേറ്റുകൾ അല്ലെങ്കിൽ കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷനും ഉണ്ട്, ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ഉണ്ട്. ഓട്ടോട്രോഫിക്കിൽ തന്നെ 2 തരത്തിലുണ്ട്, ഫോട്ടോ ഓട്ടോട്രോഫിക് ആൻഡ് കീമോ ഓട്ടോട്രോഫിക്. ഇനി ഈ കിങ്ഡം മൊണീറയെ നമുക്ക് പ്രധാനമായിട്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ആർക്കി ബാക്ടീരിയ, 2 യു ബാക്ടീരിയ. ഓക്കെ, ഒന്നെന്താണ് ആർക്കി ബാക്ടീരിയ, 2 എന്താണ് യു ബാക്ടീരിയ ആണ്. ഇതിൽ സൈനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ ഇതൊക്കെ എവിടെ വരുന്നതാണ്, കിങ്ഡം മൊണീറയിൽ വരുന്നതാണ്. എന്നാൽ നമുക്ക് ആർക്കി ബാക്ടീരിയ യു ബാക്ടീരിയ ഒന്ന് വേർതിരിച്ച് തന്നെ പഠിച്ചാലോ. അതിൽ ആർക്കി ബാക്ടീരിയനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേത് ഹാലോഫൈൽസ്, രണ്ടാമത്തേത് തെർമോ അസിഡോഫൈൽസ്, മൂന്നാമത്തേത് എന്താണ്, മെത്തനോജൻസ്. ഓക്കെ, അപ്പോൾ കിങ്ഡം മൊണീറയെ നമുക്ക് മെയിനായിട്ട് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആർക്കി ബാക്ടീരിയ എന്നും അതുപോലെ തന്നെ എന്തും നമ്മുടെ ട്രൂ ബാക്ടീരിയ എന്നും, അതായത് യു ബാക്ടീരിയ എന്ന് നമ്മൾ പറയും. ഈ ആർക്കി ബാക്ടീരിയ ആർക്കിയോളജി എന്ന് നിങ്ങൾ പറയും, പുരാതനമായിട്ടെന്നല്ലേ. ആർക്കി എന്ന് പറയുമ്പോൾ എന്താണ്, മില്യൺസ് ഓഫ് ഇയേഴ്സ് മുന്നേ തന്നെ ഉള്ളവരാണ്, ഇപ്പോഴും അവർ സസ്റ്റെയിൻ ചെയ്തു പോകുന്നു. അങ്ങനെയുള്ള ഗ്രൂപ്പിൽ കാണുന്നവരാണെന്ത്, ഈ ആർക്കി ബാക്ടീരിയ എന്ന് നമ്മൾ പറയുന്നത്. അതിൽ ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രീം സോൾട്ടി ഏരിയാസിൽ ലിവ് ചെയ്യാൻ കഴിവുള്ളവരാണ്. നല്ല ഉപ്പുള്ളിടത്തും ഓഷ്യൻസിലും ഒക്കെ കാണാൻ കഴിവുള്ളവരാണെന്ത്, ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ. ഹാലോ എന്ന് പറഞ്ഞാൽ സോൾട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി തെർമോ അസിഡോഫൈൽസ് എന്ന് പറഞ്ഞാലോ അവർക്ക് എവിടെ ജീവിക്കാം, ഹോട്ട്
ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ തിളച്ചു മറിയുന്ന ചൂടുള്ള സ്ഥലത്ത് എക്സ്ട്രീം ഹൈ ടെമ്പറേച്ചറിലും സസ്റ്റെയിൻ ചെയ്യാൻ ലീവ് ചെയ്യാൻ കഴിവുള്ളവരാണെന്ത് നമ്മുടെ തെർമോ എസിഡോഫൈൽസ്. ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലും ഹൈ അസിഡിക്കലാണെങ്കിലും ഇവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. മൂന്നാമത്തേതാണെന്ത് മെത്തനോജൻസ് എന്ന് പറയുന്നത്. മെത്തനോജൻസ് എന്ന് പറഞ്ഞാൽ റുമിനൻറ്റ് ആനിമൽസിൻ്റെ ഗട്ടിലാണ് നമ്മൾ കാണുക. റുമിനൻ്റ് ആനിമൽസിൻ്റെ ഗട്ടിൽ, അതായത് നമ്മുടെ കൗവിൻ്റെ ഒക്കെ ഗട്ടിൽ, അവരുടെ വയറ്റിലാണ് കാണുക. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഡങ് ഇടും, അല്ലെങ്കിൽ കൗ ഡങ്ങിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാക്ടീരിയനെ കാണാം. അതുകൊണ്ട് എന്താണ്, ഇവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇവർക്ക് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ബയോഗ്യാസ്. ഓക്കെ, മെത്തനോജൻസിന് എന്തിനുള്ള കഴിവുണ്ട്, ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതെന്തുകൊണ്ടാണ്, അവർ മീത്തേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ആ കൗ ഡങ്ങിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, മീത്തേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ മീത്തേൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ മെത്തനോജൻസ് എന്ന് വിളിക്കുന്നത്. സോ ഹാലോഫൈൽസ്, തെർമോ എസിഡോഫൈൽസ്, മെത്തനോജൻസ് മാർഷി ഏരിയാസിലാണ് നമ്മൾ കാണുക കേട്ടോ. മാർഷി ഏരിയാസ്. ക്ലിയർ ആയല്ലോ. ഈ 3 ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് ആർക്കി ബാക്ടീരിയയിൽ വരുന്നത്. അതെന്തായാലും പഠിച്ചു വെക്കണം, മറന്നു പോകരുത്. ഓക്കെ, ഹാലോഫൈൽസ്, തെർമോ എസിഡോഫൈൽസ്, മെത്തനോജൻസ്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് നമ്മൾ യു ബാക്ടീരിയ, അല്ലെങ്കിൽ നമുക്ക് പറയാം ട്രൂ ബാക്ടീരിയ എന്ന്. ഇവരെയും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഫോട്ടോ ഓട്ടോട്രോഫിക് ആൻഡ് കീമോ ഓട്ടോട്രോഫിക്. ഓക്കെ, യു ബാക്ടീരിയയിൽ നമുക്ക് എന്ത് പറയാം, ഓട്ടോട്രോഫിക് ബാക്ടീരിയയും ഉണ്ട്, ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ഉണ്ട് അല്ലേ. ഓക്കെ, വെയിറ്റ്, ഓട്ടോട്രോഫിക് ബാക്ടീരിയയും ഉണ്ട്, ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ഉണ്ട്. ഓട്ടോട്രോഫിക്കിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ് ഫോട്ടോ ഓട്ടോട്രോഫിക്കും അതുപോലെ തന്നെ കീമോ ഓട്ടോട്രോഫിക്കും ഉള്ളത്. അപ്പം ട്രൂ ആയിട്ടുള്ള ബാക്ടീരിയനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന അവരുടെ ന്യൂട്രീഷൻ വെച്ചിട്ടാണ്. ഓട്ടോട്രോഫിക് ബാക്ടീരിയ, അതുപോലെ ഹെറ്ററോട്രോഫിക്. ഓട്ടോട്രോഫിക്കിൽ തന്നെ ലൈറ്റ് യൂസ് ചെയ്യുന്നവരെ ഫോട്ടോ ഓട്ടോട്രോഫിക് എന്നും, ഇൻഓർഗാനിക് സബ്സ്ട്രേറ്റുകൾ യൂസ് ചെയ്യുന്നതിന് നമ്മൾ കീമോ ഓട്ടോട്രോഫിക് എന്നും പറയും. അപ്പോൾ ഓട്ടോട്രോഫിക്കിൽ നോക്കുക, യു ബാക്ടീരിയ ട്രൂ ബാക്ടീരിയ ആണ്, പ്രസൻസ് ഓഫ് റിജിഡ് സെൽ വോൾ ആണ്, മോട്ടയിലാണെങ്കിൽ അവർക്ക് ഫ്ലജെല്ലവും കാണാം. ആൻഡ് cyanobacteria referred to as blue-green algae have chlorophyll A similar to green plants and are photosynthetic autotrophs. അപ്പോൾ ഇവരാണ് എവിടെ വരുന്നത്, ഓട്ടോട്രോഫിക് ബാക്ടീരിയയിൽ. ഇവർക്ക് എന്തുണ്ട്, പ്ലാന്റ്സുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരെ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇവരാണ് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് യൂസ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓട്ടോട്രോഫിക് ബാക്ടീരിയയിൽ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്, സൈനോബാക്ടീരിയ. ഇനി ഈ സൈനോബാക്ടീരിയ എന്താണ്, യൂണിസെല്ലുലാർ ആണ്, ഒറ്റ കോശമുള്ളവരാണ്, കൊളോണിയലാണ്, ഗ്രൂപ്പായിട്ട് കാണാം, ആറ്റ് ഫിലമെൻറ്റസ് ആണ്, ചിലപ്പോൾ ഫിലമെൻ്റ് ആയിട്ടും കാണാം. അപ്പോൾ ഇവർ ഫ്രഷ് വാട്ടറിലും അതുപോലെ മെറൈൻ ഓഷ്യൻസിലും ഒക്കെ നമുക്ക് എന്ത് കാണാം, ഇവരെ കാണാൻ കഴിയുന്നതാണ്. The colonies are generally surrounded by gelatinous sheath. They often form blooms in polluted water bodies. അപ്പം ചിലത് ഈ പറയുന്ന ബാക്ടീരിയസ് എന്ത് ചെയ്യാം, ഈ കായലിൽ അല്ലെങ്കിൽ അക്വാട്ടിക് ആയിട്ടുള്ളിടത്ത് ഇവരുടെ ബോഡിയിൽ ജെലാറ്റിനസ് ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ കടലിൽ ഇങ്ങനെ ആൽഗൽ ബ്ലൂംസ് കായലൊക്കെ കണ്ടാൽ ഇതിങ്ങനെ കെട്ടിക്കിടന്ന് അതിൻ്റെ മേൽഭാഗം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന കാണാം. അതാണ് നമ്മൾ ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളവർ എന്ത് ചെയ്യുന്നു, പൊല്യൂട്ട് ചെയ്യുന്നു, വാട്ടർ ബോഡീസിനൊക്കെ പൊല്യൂഷൻ കോസ് ചെയ്യുന്നവരാണ്. ഇനി മറ്റ് ആൾക്കാരുണ്ട്, ദാറ്റ് ആർ ദ ഓർഗാനിസം ദാറ്റ് ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ടു സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഹെറ്ററോസിസ്റ്റ്. അതായത് നമ്മുടെ നോസ്റ്റോക്ക് അനബീന പോലത്തെ ബാക്ടീരിയാസ് ഉണ്ട്, സൈനോബാക്ടീരിയാസ് ഉണ്ട്. അവർക്ക് എന്തുണ്ട്, നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനവരെ ഹെൽപ്പ് ചെയ്യുന്ന പ്രത്യേക തരത്തിലുള്ള സെല്ലാണെന്ത്, ഹെറ്ററോസിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് നമുക്ക് നോസ്റ്റോക്ക് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ഫെയർ ആണ്, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ കാണുന്ന ഹെറ്ററോസിസ്റ്റ് എന്ന സെല്ലാണ് എന്ത് ചെയ്യുന്നത്, നൈട്രജൻ ഫിക്സേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇവരുടെ ബോഡിക്ക് ചുറ്റുമായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാം, ജെലാറ്റിനസ് ഷീത്ത് കാണാൻ കഴിയും, മ്യൂസിലേജിനസ് ഷീത്ത് കാണാൻ പറ്റും. ഹെറ്ററോസിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. രണ്ടാമത് നമ്മൾ പറഞ്ഞു കീമോസിന്തറ്റിക് ബാക്ടീരിയ എന്ന്. അവരെന്താ ചെയ്യുന്നത്, ദേ ഓക്സിഡൈസ് വേരിയസ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് സച്ച് ആസ് നൈട്രേറ്റ്സ് ആൻഡ് അമോണിയ ആൻഡ് യൂസ് ദ റിലീസ്ഡ് എനർജി ഫോർ ദർ ATP പ്രൊഡക്ഷൻ. ഇവരെന്ത് ചെയ്യുന്നു, ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്.
ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഇൻഓർഗാനിക് സബ്സ്ട്രേറ്റഡ് ആയിട്ടുള്ള നൈട്രജൻ ആയിക്കോട്ടെ, നൈട്രേറ്റുകൾ ആയിക്കോട്ടെ, അത് യൂസ് ചെയ്തിട്ടാണ് ഇവർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഫോട്ടോ ഓട്ടോട്രോഫി തന്നെ അവിടെ ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് എനർജി ഉണ്ടാക്കുന്നത്. ഇവിടെ എന്താണ് നൈട്രജൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദേ പ്ലേ ഗ്രേറ്റ് റോൾ ഇൻ റീസൈക്ലിംഗ് ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ ആൻഡ് സൾഫർ. അപ്പം മണ്ണിൽ നിന്നാണ് ഇവർ ഇത് അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, എനർജി യൂട്ടിലൈസ് ചെയ്യുന്നു. പിന്നെയും ഡിക്കമ്പോസിഷൻ ഒക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, വീണ്ടും സോയിലിലേക്ക് ഇത് തന്നെ വരുന്നു. അപ്പം ഈ ഒരു ന്യൂട്രിയൻ സൈക്കിളിൽ ഇവർക്ക് മെയിൻ റോൾ ഉണ്ട് എന്ന് പറയാനുള്ള കാര്യം ഇതുകൊണ്ടാണ്. അപ്പം ഓർത്ത് വെക്കുക, ബാക്ടീരിയാസ്, കീമോസിന്തറ്റിക് ബാക്ടീരിയാസ് ഉണ്ട്. അവർ ഇൻഓർഗാനിക് സബ്സ്ട്രേറ്റ്സുകളാണ് യൂസ് ചെയ്യുന്നത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഹെറ്ററോട്രോഫിക് ആണ് അല്ലേ. നമ്മൾ പറഞ്ഞു മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്. അവരാണ് കൂടുതലായിട്ടും നേച്ചറിൽ നമ്മൾ കാണുന്നത്. മെജോറിറ്റി എന്താണ്, ഈ ഡീകമ്പോസേഴ്സ് ആണ്. മെനി ഓഫ് ദ ഹാവ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ അഫെയേഴ്സ്. നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം എന്താണ്, കേർഡ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്, ഫിക്സിങ് നൈട്രജൻ ഇൻ ലെഗ്യൂം റൂട്ട്സ്. ഇത് പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. വാട്ട് ആർ ദ യൂസസ് ഓഫ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ വെൽഫെയറിൽ റോളുള്ള ബാക്ടീരിയാസ് അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. സം ആർ പാത്തജൻസ് കോസിങ് ഡാമേജ് ടു ഹ്യൂമൻ ബീങ്സ്, ക്രോപ്സ്, ഫാം, ആനിമൽസ് ആൻഡ് പെറ്റ്സ്. അപ്പം ചിലതെന്താണ് പാത്തജനിക് ആണ്, ഡിസീസ് കോസിങ് വരുന്നുണ്ട്. അതായത് കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, ഇതൊക്കെ എന്താണ് ബാക്ടീരിയൽ ഡിസീസസുകളാണ്. അപ്പം ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയിൽ ഗുഡ് ബാക്ടീരിയാസും ഉണ്ട്, ഇതുപോലെ ഡിസീസ് കോസിങ് ആയിട്ടുള്ള പാത്തോജനിക് ബാക്ടീരിയ ഉണ്ട്. ഇത്രയുമാണ് നമ്മൾ കിങ്ഡം മൊനീറയിൽ പറയുന്നത്. ഇനി വേറൊരു ഓർഗാനിസത്തെ പറ്റി സ്പെഷ്യലി മെൻഷൻ ചെയ്യുന്നതാണ് എന്ത്, മൈക്കോപ്ലാസ്മ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ബാക്ടീരിയനേക്കാളും കുറച്ചുകൂടെ സൈസ് കുറഞ്ഞ സെൽ വോള് ഇല്ലാത്ത ആളാണെന്ത്, മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ദർ ഇസ് നോ സെൽ വോൾ, അതുകൊണ്ട് ബാക്ടീരിയനേക്കാളും ചെറുതാണ്. ആൻഡ് കംപ്ലീറ്റ് ലൈക്ക് സെൽ വോൾ, സ്മോളസ്റ്റ് ലിവിങ് സെൽസ് നോൺ ആൻഡ് ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെ, അതുമാത്രമല്ല ഏറ്റവും സ്മോളസ്റ്റ് ലിവിങ് സെൽ എന്നും പറയുന്നത് ആരെയാണ്, മൈക്കോപ്ലാസ്മേനെയാണ്. ഇവരും എന്താണ് പാത്തോജനിക് ആണ്. കാരണം കൗവിൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് എന്നതിനെ പറയാനുള്ള കാര്യം, ചില ഓർഗാനിസത്തിൽ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് ഇവരുണ്ടാക്കി. അതുകൊണ്ടാണ് ഇവർക്ക് PPLO എന്നൊരു പേരും കൂടെ കിട്ടിയത്. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. മൈക്കോപ്ലാസ്മേനെ നമ്മൾ PPLO, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് എന്നും കൂടെ പറയും. അപ്പോൾ ഇവരെന്താണ് പാത്തോജനിക് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആണ്. മെയിൻലി വളരെയധികം പാത്തോജനിക് ആണ്. അപ്പോൾ ബാക്ടീരിയയിൽ നമ്മൾ എന്ത് ചെയ്തു, ന്യൂട്രീഷൻ പറഞ്ഞു, അതിൻ്റെ റീപ്രൊഡക്ഷൻ പറഞ്ഞു, മീൻസ് ഷേപ്പിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. റീപ്രൊഡക്ഷൻ പൊതുവെ 3 ആയിട്ട് നമുക്ക് പറയാം, ബൈനറി ഫിഷൻ, സ്പോർ ഫോർമേഷൻ, അതുപോലെ DNA ട്രാൻസ്ഫർ എന്നിങ്ങനെ. ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഒരു സെല്ല് 2ആയിട്ട് മുറിഞ്ഞ് പുതിയ 2 സെല്ലായി മാറുന്നു, ബൈനറി ഫിഷൻ. രണ്ടാമതായിട്ട് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതായത് അവർക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ള സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ജെർമിനേറ്റ് ചെയ്ത് പുതിയ ഓർഗാനിസമായി മാറുന്നു. മൂന്നാമത്തേത് DNA ട്രാൻസ്ഫർ, അതൊരു സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡിൽ നമുക്ക് പറയാം. അതായത് കോൺജുഗേഷൻ ടൈപ്പ് ഒക്കെ ഉണ്ട്. അതായത് ഒരു സെല്ല് മറ്റൊരു ബാക്ടീരിയ വന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, DNA ഈ ഒരു ലിങ്കേജ് വഴി എന്ത് ചെയ്യും, കൈമാറ്റം ചെയ്യപ്പെടും. അങ്ങനെ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ടീരിയയിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് എന്ത് കിങ്ഡം മൊനീറയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിയാനുള്ളത്. രണ്ടാമത്തെ ആൾക്കാരിലേക്ക് വരുമ്പോൾ കിങ്ഡം പ്രൊട്ടിസ്റ്റയാണ്. കിങ്ഡം പ്രൊട്ടിസ്റ്റേൻ്റെ മേജർ ഫീച്ചേഴ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക, സിംഗിൾ സെൽഡ് യൂകാരിയോട്ടാണ്. ഇതിൽ ഓർക്കേണ്ട കാര്യം, യൂണിസെല്ലർ പ്രോകാരിയോട്ടാണ് മൊനീറ എങ്കിൽ യൂണിസെല്ലർ യൂകാരിയോട്ടാണ് എന്ത്, കിങ്ഡം പ്രൊട്ടിസ്റ്റ. അപ്പോൾ ഈ ഒരു വേർഡ് പെയർ റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്, റീസെൻ്റ് ആയിട്ടൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ യൂണിസെല്ലർ പ്രോകാരിയോട്ട് കിങ്ഡം മൊനീറയാണ് എങ്കിൽ യൂണിസെല്ലർ യൂകാരിയോട്ട് എന്താണ്, കിങ്ഡം പ്രൊട്ടിസ്റ്റയാണ്. അപ്പോൾ പ്രൊട്ടിസ്റ്റയുടെ മേജർ ഫീച്ചേഴ്സ് ഓർത്ത് വെക്കുക, സിംഗിൾ സെൽഡ് യൂകാരിയോട്ടാണ്. അതുകൊണ്ട് തന്നെ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസും മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ഒക്കെ നമുക്ക് കാണാം. സം ഹാവ് ഫ്ലജെല്ല ഓർ സിലിയ, അവരുടെ മൂവ്മെൻറ്റ് ലൊക്കോമോഷന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു, നീണ്ട ഒരു ഫ്ലജെല്ല ഉണ്ടാകും, അതല്ലെങ്കിൽ ചെറിയ ഹെയർ ലൈക്ക് സീലിയാസും കാണാം. ക്ലിയർ ആയോ? ഇത്രയുമാണ് പ്രൊട്ടിസ്റ്റയുടെ മേജർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ മെമ്പേഴ്സ് ഓഫ് പ്രൊട്ടിസ്റ്റ ആർ പ്രൈമറിലി അക്വാട്ടിക്, കൂടുതലായിട്ടും അക്വാട്ടിക്സിലാണ് നമ്മൾ കാണുന്നത്, വാട്ടർ ബോഡീസിൽ. ആൻഡ് ദേ ഹാവ് എ ലിങ്ക് വിത്ത് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഫംഗൈ. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് പ്ലാന്റ്സിലേക്കും ആനിമൽസിലേക്കും അതുപോലെ തന്നെ എന്തുണ്ട്, ഫംഗസിലേക്കൊക്കെ ഒരു കോറിലേഷൻ, ഒരു റിലേഷൻസ് നമുക്ക് കാണാൻ പറ്റും. കിങ്ഡം പ്രൊട്ടിസ്റ്റനെ വീണ്ടും സബ് ക്ലാസസ് ആയിട്ട് നമുക്ക് തിരിക്കാം. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജെല്ലൈറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, ലൈം മോൾഡ് ആൻഡ് പ്രോട്ടോസോവൻ. കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുന്ന സബ് ക്ലാസസ് ആണ് നമ്മൾ ഈ പറയുന്നത്. ഇത് ഓരോന്ന് നമുക്ക് പഠിക്കാനുണ്ട്, വിത്ത് എക്സാമ്പിൾസ് ആണ് ചോദിക്കുക കേട്ടോ. ഇപ്പം ക്രൈസോഫൈറ്റ്സ്, കരയുന്ന കുട്ടിയെന്ന് ആലോചിക്കാം. കരയുമ്പോൾ ഇവർക്ക് എന്താ പ്രശ്നം? ക്രൈസോഫൈറ്റ്സ് ക്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവരെവിടെയാണ് കരയുന്നത്? ഫ്രഷ് വാട്ടറിലും മെറൈനിലും.
നല്ല കുളത്തിലും പുഴയിലും കാണാം, അതുപോലെ തന്നെ ഓഷ്യൻസിലും ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാണാം. ആൻഡ് മൈക്രോസ്കോപ്പിക് ആൻഡ് ഫ്ലോട്ട് പാസീവ്ലി ഇൻ വാട്ടർ കറൻസ്, അതാണ് നമ്മൾ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. നിങ്ങൾ 9th കണ്ടിട്ടുണ്ടാകും പ്ലാങ്ക്ടൺസ്. നമുക്ക് മേജർ പ്രൊഡ്യൂസേഴ്സ് ആണ്, ലൈറ്റ് യൂസ് ചെയ്ത് ഫോട്ടോസിന്തസിസ് നടത്തുന്നവരാണ് ഇവരാണ്. അല്ലെങ്കിൽ പ്ലാങ്ക്ടൺസ് വളരെ മൈക്രോസ്കോപ്പിക് ആണ്, കടലിൽ ഫ്ലോട്ട് ചെയ്യുന്ന, വാട്ടർ കറൻസിൽ ഫ്ലോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക്, എല്ലാവരും മോസ്റ്റ് ഓഫ് ദം ആർ എന്താണ്, ഫോട്ടോസിന്തറ്റിക് ആണ്. ഇൻക്ലൂഡ്സ് ഡൈ ആറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗെ, ഡൈ ആറ്റംസ് ആയിട്ടുള്ളവരുമുണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ ആൽഗെ ഡെസ്മിഡുകളുമുണ്ട്. അപ്പം ഡൈ ആറ്റംസ് എന്താണ്? ഡൈ ആറ്റംസ് ഇതുപോലെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആൾക്കാരാണ്, കൂടുതലായിട്ടും നമ്മൾ വാട്ടർ ബോഡീസിലാണ് കാണുക. ഇനി ഗോൾഡൻ ആൽഗീസിലേക്ക് വരുമ്പം ഗോൾഡൻ ആൽഗേനെയാണ് നമ്മൾ ഡെസ്മിഡ് എന്ന് പറയുന്നത്. ഇനി ഡൈ ആറ്റംസ് നമുക്ക് ആദ്യം നോക്കാം. സിലിക്കേഷ്യസ് സെൽ വോൾ, അതായത് ഇവരുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെ സിലിക്കേഷ്യസ് സെൽ വോൾ വെച്ചിട്ടാണ്, സിലിക്ക കൊണ്ട് സെൽ വോൾ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇതുപോലെ ഓവർലാപ്പ് ചെയ്തൊരു സോപ്പ് പെട്ടി പോലെയാണ് ഇരിക്കുക. അതുകൊണ്ട് ഇവരെ നമ്മൾ എന്ത് പറയുന്നു, ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്ന്. കാരണം ഇവർ ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ട്, നല്ല രീതിയിൽ അറ്റ്മോസ്ഫിയറിലേക്ക് ഓക്സിജൻ നൽകുന്നവരാണ്. ആൻഡ് ഇവരെ നമുക്ക് എന്ത് പറയാം, ചീഫ് പ്രൊഡ്യൂസേഴ്സ്. നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമി എടുക്കുമ്പോൾ 3/2 ഓഷ്യൻസ് ആണ്. ആ ഓഷ്യൻസിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് നടത്തുന്നവരും ഡയാറ്റംസ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത് മേജർ അല്ലെങ്കിൽ ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്ന്. They have silicaceous cell walls and diatoms are chief producers in the oceans. മെജോറിറ്റിയിൽ ഓഷ്യൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവർ തന്നെയാണ്. ഇവരുടെ സെൽ വോള് സിലിക്ക ആയതുകൊണ്ട് തന്നെ ഇവർ ഡെഡ് ആവുമ്പം ഈ സിലിക്കയൊക്കെ കൂടെ ഡെപ്പോസിറ്റ് ആവും. അങ്ങനെ ഓഷ്യൻ്റെ ഉള്ളിൽ മില്യൺസ് അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പം ഈ ഡിപ്പോസിറ്റ് ആയ സെൽ വോളുകളൊക്കെ ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും, ഡയാറ്റമീഷ്യസ് എർത്ത് ഫോം ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പല തവണ ചോദിച്ചിട്ടുള്ള PYQ ആണ് കേട്ടോ. ഡയാറ്റമീഷ്യസ് എർത്ത് എന്താണ്? ഡയാറ്റമീഷ്യസ് എർത്ത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് അവിടെ ഈ പറയുന്ന സിലിക്ക ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു ഫോർമേഷൻ ആവുന്നതാണ് ഡയാറ്റമീഷ്യസ് എർത്ത്. അത് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം, പോളിഷിങ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്, ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇതിനെ നമുക്ക് പേൾസ് ഓഫ് ഓഷ്യൻസ് എന്നും പറയും, പേൾസ് ഓഫ് ഓഷ്യൻസ് എന്നും. കാരണം എന്താണ്, പവിഴപ്പുറ്റുകൾ എന്ന് നമ്മൾ പറയുന്നത് ഇവരെയാണ്. അത്രയും ഓർണമെൻറ്റേഷൻസും കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഡയാറ്റംസിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഡയാറ്റമീഷ്യസ് എർത്തിനെ പേൾസ് ഓഫ് ഓഷ്യൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഡയനോ ഫ്ലജല്ലേറ്റ്സ്. പേരിൽ തന്നെയുണ്ട് ഡയനോ ഫ്ലജൽ. ഇവർക്ക് ഫ്ലജല്ലാസ് ഉണ്ട്, മൂവ് ചെയ്യാൻ 2 തരത്തിൽ ഫ്ലജല്ലാസ് ഉണ്ട്. അതാണ് ഈ ഡയനോ ഫ്ലജല്ലേറ്റ്സ് എന്ന്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി മതി, ഡയനോ 2 എണ്ണം ഉണ്ട്, ഫ്ലജല്ലുകൾ 2 ടൈപ്പ് ഉണ്ട് എന്നാണ്. ഇവരും എന്താണ്, മെറൈനാണ്, ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഉള്ളവരാണ്. യെല്ലോ, ഗ്രീൻ ഒക്കെ പല കളറിൽ നമുക്ക് ഇവരെ കാണാൻ പറ്റും. ആൻഡ് സെല്ലുലോസ് പ്ലേറ്റ്സ് ആണ് ഇവരുടെ ഔട്ടർ സർഫസ് എന്ന് പറയുന്നത്. ബട്ട് ഡയാറ്റംസിന് നമ്മൾ സിലിക്ക പറഞ്ഞു, ഇവിടെ സെല്ലുലോസ് പ്ലേറ്റ്സ് ആണ്. ഇവർക്ക് 2 ഫ്ലജല്ല ഉണ്ട്, 1 ലൈസ് ലോഞ്ചിറ്റ്യൂഡ്ലി ആൻഡ് അതേഴ്സ് ട്രാൻസ്വേഴ്സലി. ഈ ഒരു പിക്ചറിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒന്ന് ട്രാൻസ്വേഴ്സലി ആയിട്ടും ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് അവരുടെ ഫ്ലജല്ല എന്ന് പറയുന്നത്. അതിൽ റെഡ് ഡൈനോ ഫ്ലജല്ലേറ്റ്സ് ഉണ്ട്, ഗോണിയാലുക്സ്. ഏതാണ്? ഗോണിയാലുക്സ്. അതാണ് റെഡ് ഡൈനോ ഫ്ലജല്ലേറ്റ്. അവരെന്ത് ചെയ്യും, റാപ്പിഡ് ഡിവിഷൻ നടത്തുമ്പം അങ്ങനെ കുറേ കാണാൻ പറ്റും. റാപ്പിഡ് ഡിവിഷൻ നടത്തുമ്പം കുറേ കൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ കടലിലേക്ക് നോക്കുമ്പോൾ ഒരു റെഡ് ടൈഡ് ഫോം ചെയ്ത പോലെ കാണും. അപ്പം റെഡ് കളറിലായതുകൊണ്ട് ആ ഒരു ടൈഡ് നമുക്ക് കാണുമ്പോൾ എന്താണ്, റെഡ് ടൈഡായിട്ടാണ് കാണാൻ പറ്റുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ റെഡ് ടൈഡും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQ ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. റെഡ് ടൈഡ് ഫോം ചെയ്യുന്നത് ഗോണിയാലുക്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന റെഡ് ഡൈനോ ഫ്ലജല്ലേറ്റ്സ്. റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ട് ആ ടൈഡ്സ് ഇങ്ങനെ ഫോം ചെയ്യുന്നതാണ്. ദേ റിലീസ് ടോക്സിൻസ് ദാറ്റ് കിൽ മെറൈൻ ആനിമൽസ്. ഇവരെന്ത് ചെയ്യുന്നു, ടോക്സിൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, ഡേഞ്ചറസ് ആണ് ഫോർ അക്വാട്ടിക് ആനിമൽസ് ആൻഡ് അക്വാട്ടിക് പ്ലാന്റ്സ്. ഓക്കെ, യെസ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തേതാണ് എന്ത്, യുഗ്ലിനോയിഡ്സ്. യുഗ്ലിനോയിഡ്സിലെ എക്സാമ്പിൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം യുഗ്ലീന വരുന്ന ആളാണ് അല്ലേ. സോ മെയിൻലി ഇവരും എന്താണ്, ഫ്രഷ് വാട്ടർ ഓർഗാനിസം ആണ്. സ്റ്റാഗ്നൻറ്റ് വാട്ടർ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഇവർ കൂടുതൽ കാണുക. ഇവർക്ക് എന്താണ്, ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ ഉണ്ട്, അതിനെയാണ് നമ്മൾ പെല്ലിക്കൾ എന്ന് പറയുന്നത്. പ്രോട്ടീൻ റിച്ച് ലെയർ ആണ് സറൗണ്ട് ചെയ്തിട്ടുള്ളത്, അതാണ് പെല്ലിക്കൾ. നേരത്തെ പറഞ്ഞ ഡൈനോഫ്ലജല്ലേറ്റ്സ് സെല്ലുലോസ് പ്ലേറ്റ്സ് ആയിരുന്നു. ആദ്യം പറഞ്ഞ ക്രൈസോഫൈറ്റ്സിൽ എന്തായിരുന്നു, സിലിക്കയായിരുന്നു. അപ്പം ആ ഒരു ഡിഫറൻസ് ഓർത്ത് വെക്കണം. 2 ഫ്ലജല്ലയാണുള്ളത്, 1 ഷോർട്ട് ആൻഡ് 1 ലോങ് വൺ. 2 ഫ്ലജല്ല ഉണ്ട്, ഒന്ന് നല്ല ലോങ് ആണ്, മറ്റേത് കുറച്ച് ചെറുതാണ്.
ഇവരും എന്താണ് ഫോട്ടോസിന്തറ്റിക് ആണ്, പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഇനി ആബ്സെൻസ് ഓഫ് സൺലൈറ്റിൽ എന്താണ് ഹെട്രോട്രോഫ്സ് ആണ്, പ്രെഡേറ്റേഴ്സ് ആണ്. പിഗ്മെന്റ്സ് ആർ ഐഡന്റിക്കൽ ടു ദോസ് ഓഫ് ഹയർ പ്ലാന്റ്സ്. എക്സാമ്പിൾ എന്താണ് യുഗ്ലീനയാണ്. അപ്പോൾ യുഗ്ലീനയാണ് ബെസ്റ്റ് എക്സാമ്പിൾ. ലൈറ്റിൻ്റെ പ്രസൻസിൽ അവർ ഫോട്ടോസിന്തസിസ് നടത്തും, അല്ലാത്തപ്പോൾ ഇവരെന്ത് ചെയ്യും, പ്രേ ചെയ്തിട്ടാണ് ഫുഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രെഡേറ്റ് ചെയ്തിട്ടാണ്. അടുത്തതാണ് സ്ലൈം മോൾഡ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്ലൈമി ആയിട്ട്, അതായത് മോയിസ്റ്റ് ഏരിയയിലൊക്കെ നിങ്ങൾ കാണുന്നതാണ് ഈ സ്ലൈം മോൾഡ് എന്ന് പറയുന്ന നമ്മുടെ പ്രൊട്ടിസ്റ്റാസ്. ദേ ആർ സാപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റോസ്. സാപ്രോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ അവർ എവിടെയാണ്, ഡീകമ്പോസേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. ദേ ബോഡി മൂവ്സ് അലോങ് ഡീക്കേയിങ് ട്വിഗ്സ് ആൻഡ് ലീവ്സ്, അല്ലേ, ഉണങ്ങി കിടക്കുന്ന നനഞ്ഞു കിടക്കുന്ന ഇലയിലൊക്കെയാണ് ഇവരുണ്ടാവുക. അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ ദേ ഫോം ആൻ അഗ്രിഗേഷൻ കോൾഡ് പ്ലാസ്മോഡിയം. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ലെവലിൽ വരുന്നതാണ്, നോട്ട് ചെയ്ത് വെച്ചോളാം. പ്ലാസ്മോഡിയം. സ്ലൈം മോൾഡ് ഒരു ഫേവറബിൾ കണ്ടീഷനിൽ ഒരു അഗ്രിഗേഷൻ ഫോം ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കാണുന്നതാണ് അതിൻ്റെ ഒരു അഗ്രിഗേറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇനി അൺഫേവറബിൾ കണ്ടീഷൻ എന്ത് ചെയ്യും, ഈ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒരു ഫ്രൂട്ടിംഗ് ബോഡീസ് ഡെവലപ്പ് ചെയ്യും, എന്നിട്ട് അവർ സ്പോസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് പിന്നെ ജോമിനേറ്റ് ചെയ്ത് പുതിയ ഓർഗാനിസമായി മാറും. സ്പോസ് ഹാവ് ട്രൂ വോൾസ് ആൻഡ് ഹൈലി റെസിസ്റ്റന്റ് ആൻഡ് സർവൈവ് ഫോർ മെനി ഇയേഴ്സ്. കുറേ കാലങ്ങളോളം നിൽക്കുന്ന റെസിസ്റ്റന്റ് വോൾ ഉള്ളതാണെന്ത് നമ്മുടെ ഈ ഒരു സ്പോസിന്. സ്പോസ് ആർ ഡിസ്പേഴ്സ്ഡ് ബൈ എയർ കറൻസ്. കാറ്റത്താണ് ഈ സ്പോസ് എന്ത് ചെയ്യുക, ഡിസ്പേഴ്സ് ആവുക. അഞ്ചാമത്തെ പ്രധാന ആൾക്കാരാണിത് പ്രോട്ടോസോവൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഈ പ്രോട്ടോസോവൻസ് എന്താണ്, ദേ ആർ ഹെട്രോട്രോഫ്സ്, പ്രിഡേറ്റേഴ്സ് ആൻഡ് പാരസൈറ്റ്സ് ആണ്, പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് ആനിമൽസ് ആണ്. ഇവരെന്താണ്, പ്രിഡേറ്റേഴ്സെയും അതുപോലെ തന്നെ ആനിമൽസിൻ്റെ ഒരു പ്രിമിറ്റീവ് ആയിട്ട് വരുന്ന ഏതാണ്, പ്രോട്ടോസോവൻസ് ആണ്. പ്രിഡേറ്റേഴ്സ് ആയിട്ടുമുണ്ട്, പാരസൈറ്റ്സ് ആയിട്ടുമുണ്ട്. ഇതിൽ 4 ഗ്രൂപ്പുകളാണ് വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അമീബോയിഡ് പ്രോട്ടോസോവൻസ്. അമീബോയിഡ് പ്രോട്ടോസോവൻസിൽ ആരൊക്കെ വരും, അമീബ, എൻറ്റമീബ ഒക്കെ വരും. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസിൽ ആര് വരും, ട്രിപ്പനോസോമ. യെസ്, ട്രിപ്പനോസോമ വരും. സീലിയേറ്റഡ് പ്രോട്ടോസോവൻസിലാണ് നമ്മുടെ പാരമീസിയം വരുന്നത്, പാരമീസിയം. സ്പോറോസോവൻസിലാണ് നമ്മുടെ മലേറിയൽ പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാസ്മോഡിയം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഇപ്പം തന്നെ ഈ ടേബിളിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. അമീബോയിഡ് പ്രോട്ടോസോവൻസ് എന്ന് പറഞ്ഞാൽ അമീബനെ പോലെ നമ്മൾ കാണുന്ന സ്യൂഡോപോഡിയം വെച്ചിട്ട് മൂവ് ചെയ്യുന്നവരാണ്. അവർക്ക് എന്തുണ്ട്, സിലിക്ക ഷെൽസ് കാണാം, മെറൈനിലായിട്ട് ജീവിക്കുന്നവർ. അപ്പോൾ ഇവർ വാട്ടറിലും മോയ്സ്റ്റ് സോയിലും ഒക്കെ കാണാം. എക്സാമ്പിളാണ് നിങ്ങൾ പഠിച്ചു വെക്കുന്നത്. എൻഡമീബ, അമീബയൊക്കെ അമീബോയിഡ് പ്രോട്ടോസോവൻസ് ആണ്. സ്യൂഡോപോഡിയം വെച്ചിട്ടാണ് അവർ മൂവ് ചെയ്യുന്നതും ഫുഡ് കഴിക്കുന്നതും ഒക്കെ. ട്രിപ്പനോസോമയിൽ എന്താണ്, ഇവർക്ക് ഫ്ലജല്ലാസ് ഉണ്ട്, സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്ന പാത്തോജനിക് ആണ്. ഇവരും ഫ്രീ ലിവിങ് അല്ലെങ്കിൽ പാരസൈറ്റിക് ആയിട്ട് നമ്മൾ കാണും. ഓർത്ത് വെക്കുക, ട്രിപ്പനോസോമയാണ് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ. മൂന്നാമത്തേലാണ് സിലിയേറ്റഡ് പ്രോട്ടോസോവൻ നമ്മൾ പഠിക്കുന്നത്, പാരമീസിയം. ഇവർക്ക് സിലിയ ഉണ്ട് മൂവ് ചെയ്യാൻ. അതുമാത്രമല്ല ഗള്ളറ്റ് എന്ന് പറയുന്ന ഒരു ക്യാവിറ്റി ഉണ്ട് ഇവർക്ക്, എന്ത് പുറത്തോട്ട്, അതായത് ഫുഡിനെ സ്വീകരിക്കാനും എക്സ്ട്രീറ്റ് ചെയ്ത് കളയാനായിട്ട് ഗള്ളറ്റ് എന്ന് പറഞ്ഞ ക്യാവിറ്റി ഉണ്ട്. പാരമീസിയം ആണിത്. സീലിയേറ്റഡ്, സീലിയ ഉണ്ട് എങ്കിൽ ഓർത്ത് വെക്കുക, പാരമീസിയം ആണ്. ലാസ്റ്റ് ആണ് നമ്മൾ പറയുന്നത് ഏത്, സ്പോർ ലൈക്ക് സ്റ്റേജ് ലൈഫ് സൈക്കിളിലുള്ള സ്പോറോസോവൻ, അതായത് പ്ലാസ്മോഡിയം. അവരാണ് എന്ത് ചെയ്യുന്നത്, മലേറിയ കോസ് ചെയ്യുന്ന ഓർഗാനിസം. പക്ക ക്ലിയർ ആയിട്ടുണ്ടല്ലോ, സ്പോറോസോവൻസ് ഓർത്ത് വെക്കണേ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സ്പോറോസോവൻസ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഇനി അടുത്തതാണെന്ത്, നമ്മുടെ കിങ്ഡം ഫഞ്ചായി എന്ന് പറയുന്നത്. കിങ്ഡം ഫഞ്ചായിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കറിയാം കുറേ പല തരത്തിലുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക കിങ്ഡം ഫംഗസിൽ വരിക നമ്മുടെ മഷ്റൂംസ്, കൂണുകളാണ്. ഇത് മെജോറിറ്റി ഇവരെന്താണ്, സാപ്രോഫൈറ്റ്സുകളാണ്. അതായത് ഡീകമ്പോസേഴ്സ് ആണ്, ഡെഡ് ആയിട്ടുള്ളവരിൽ ജീവിക്കുന്നവരാണ് മെജോറിറ്റി സാപ്രോഫൈറ്റ്സ് ആയിട്ടുള്ള. ഹെട്രോട്രോഫ്സ് മാത്രം കാണുന്ന ഒരു കിങ്ഡമാണിത് കിങ്ഡം ഫഞ്ചൈ. ആനിമേലിലും ഹെട്രോട്രോഫ്സ് ആണ്. ആൻഡ് ദേ ആർ യുണീക് കിങ്ഡം ഓഫ് ഹെട്രോട്രോഫിക് ഓർഗാനിസം. കോസ്മോപൊളിറ്റൻ ആണ്, ഗ്രോ ഇൻ വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസ്. ബ്രെഡ് മോൾഡ്, ഓറഞ്ച് റോഡ്സ്, മഷ്റൂം, ടോഡ്സൂൾസ്, ഇതൊക്കെ എന്താണ് നമ്മുടെ കിങ്ഡം ഫഞ്ചൈയിൽ വരുന്നതാണ്. ചിലതെന്താണ്, പാരസൈറ്റിക് ഫംഗസ് ഉണ്ട്, വൈറ്റ് സ്പോട്സ് ഒക്കെ, വീറ്റ് റസ്റ്റ് ഒക്കെ ഫോം ചെയ്യുന്ന ഫംഗസുകളാണ്. അപ്പം ഇനി നല്ല വശങ്ങളും ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യാം. പെനിസിലിയത്തിൽ നിന്നാണ് നമ്മൾ പെനിസിലിൻ എന്ന ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. അതുപോലെ നമ്മുടെ ഈസ്റ്റ്, അപ്പം പൊളിപ്പിക്കാനും ബ്രെഡ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈസ്റ്റ് എന്താണ്, യൂസാണ്. അത് ഫംഗൈ കോസ് ഡിസീസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതാണ് വീറ്റ് റസ്റ്റ്. പക്സീനിയ കോസ് ചെയ്യുന്ന വീറ്റ് റസ്റ്റ് ഒക്കെ എന്താണ്, ഫംഗൽ ഡിസീസാണ്. അപ്പം ഹെട്രോട്രോഫിക് ആണ്, പാരസൈറ്റ്സുകളുണ്ട്, സാപ്രോട്രോഫ്സുകളുണ്ട്, പാത്തോജനിക് ഉണ്ട്. ഇത്രയും വൈഡ് വെറൈറ്റിയിൽ നമുക്ക് ഫംഗസിനെ കാണാം. അപ്പോൾ ബ്രെഡ് മോൾഡ് കാണുന്നത് ഇതുപോലത്തെ കൂണുകൾ, പിന്നെ വീറ്റ് റസ്റ്റുകൾ, ഈ പറയുന്ന ഇലച്ചെടിയിലൊക്കെ വരുന്ന റസ്റ്റുകൾ, അതൊക്കെ എന്താണ്, ഫംഗസിൽ വരുന്ന ആൾക്കാരാണ്.
അപ്പോൾ എക്സെപ്റ്റ് ഈസ്റ്റ് ഫംഗൈ ആർ ഫിലമെൻറ്റസ്. ഈസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? യൂണിസെല്ലുലാർ ആയിട്ട് കാണുന്നതാണ്. മറ്റേതൊക്കെ എന്താണ്? ഇതുപോലെ ഫിലമെൻറ്റസ് ആണ്. അപ്പോൾ ഫിലമെൻറ്റസ് ആണെങ്കിലും അവർക്ക് പ്രത്യേകതയുണ്ട്. അതായത് ഈ പറയുന്ന ബോഡീസ് എന്താണ്? ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ കാണും. ഇതുപോലെ ത്രെഡായിട്ട് ലോങ് സ്ലെൻഡർ ആയിട്ട് കാണുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഹൈഫൈ എന്ന് പറയുന്നത്. ഫംഗസിൽ ഈ ഒരു ത്രെഡ് ലൈക്ക് പോർഷനെ നമ്മൾ എന്ത് പറയുന്നു? ഹൈഫൈ എന്ന് പറയുന്നു. അതേപോലെ തന്നെ ആ ഹൈഫയുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ഹൈഫയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിനെ നമ്മൾ മൈസീലിയം എന്നാ പറയാം. ഇത് തന്നെ വീണ്ടും ബ്രാഞ്ച് ഔട്ട് ചെയ്ത് ഒരു നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? മൈസീലിയം എന്ന് പറയുന്നു. ഈ മൈസീലിയം രണ്ടായിട്ട് നമുക്ക് പറയാം, സെപ്റ്റേറ്റ് ഹൈഫൈ അല്ലെങ്കിൽ സീനോസൈറ്റിക് ഹൈഫൈ. മൈസീലിയമോ അല്ലെങ്കിൽ ഹൈഫയോ രണ്ടായിട്ട് നമുക്ക് പറയാം. സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതുപോലെ സെപ്റ്റ വെച്ച് വോളുകൾ വെച്ചിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ സെപ്റ്റേറ്റ് ഹൈഫൈ എന്നും, ഇതുപോലെ സെപ്റ്റ ഇല്ലാതെ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് കാണുന്നവരെ നമ്മൾ എന്ത് പറയുന്നു? സീനോസൈറ്റിക് ഹൈഫൈ അല്ലെങ്കിൽ അസെപ്റ്റേറ്റ് ഹൈഫൈ എന്നും പറയാം. കാരണം ഇവർക്ക് സെപ്റ്റ ഇല്ല, അതുകൊണ്ട് അസെപ്റ്റേറ്റ് ഹൈഫൈ എന്നും പറയാം. ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് കാണുന്നതുകൊണ്ട് സീനോസൈറ്റിക് ഹൈഫൈ എന്നും പറയാം. സോ സം ഹൈഫൈ ആർ കണ്ടിന്യൂസ് ട്യൂബ്സ് ഫിൽഡ് വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം ദാറ്റ് ആർ സീനോസൈറ്റിക് ഹൈഫൈ. ഒരു കണ്ടിന്യൂസ് ട്യൂബിൽ സെപ്റ്റ ഇല്ലാതെ ന്യൂക്ലിയസ് ഒന്നിൽ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതാണെന്ത്? സീനോസൈറ്റിക് ഹൈഫൈ എന്ന് ഓർത്ത് വെക്കുക, മറന്നു പോകരുത്. ദെൻ ഇതാണെന്ത്? ഈസ്റ്റ് നമ്മൾ പറയുന്നത് കണ്ടില്ലേ, യൂണിസെല്ലുലാർ ആയിട്ട് കാണുന്നത്. അല്ലാതെ ഫിലമെൻ്റ് ആയിട്ട് എന്ത് വരും? ഇതുപോലെ നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഫിലമെൻറ്റസ് ആയിട്ട് മൈസീലിയം ഫോം ചെയ്യും. അപ്പോൾ ഒരു നെറ്റ്വർക്ക് ആയിട്ട് കാണുന്നതിന് മൈസീലിയം എന്ന് പറയും. യൂണിസെല്ലുലാർ ഒരു ത്രെഡ് ലൈക്ക് പോർഷനെ ഹൈഫൈ എന്നാണ് പറയുക. ഫംഗസിൽ ന്യൂട്രീഷൻ നമ്മൾ പറഞ്ഞു സാപ്രോഫൈറ്റ്സുകളാണ്, സൊല്യൂബിൾ ഇൻഓർഗാനിക് ഡെഡ് സബ്സ്ട്രേറ്റിൽ നിന്നാണ് ജീവിക്കുന്നത്. പാരസൈറ്റുകൾ ഉണ്ട്, അതല്ലാതെ സിംബയോൺസ് ഉണ്ട്. സിംബയോൺസ് PYQs നോട്ട് ചെയ്ത് വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫംഗൈ പ്ലസ് ആൽഗേനെയാണ് നമ്മൾ ലൈക്കൻ എന്ന് പറയുന്നത്. ഫംഗസും റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സും കൂടെ ചേരുന്നതിനെയാണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. അപ്പം ഹയർ പ്ലാന്റ്സ് ആയിട്ടുള്ള സൈക്കസിനൊക്കെ റൂട്ടിൽ നമ്മൾ ഈ പറയുന്ന ഫംഗസിനെ കാണുന്നുണ്ടെങ്കിൽ അതെന്താണ്? മൈക്കോറൈസയാണ്. ഇനി നേരെ മറിച്ച് ആൽഗയും ഫംഗസും ചേർന്നിട്ടൊരു ഓർഗാനിസം ആവുകയാണെങ്കിൽ അതാണെന്ത്? നമ്മുടെ ലൈക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത ഫ്ലോ ചാർട്ട് വെച്ച് തന്നെ പഠിക്കാം. അതായത് ലൈക്കൻ എന്ന് പറഞ്ഞാൽ ആൽഗെ പ്ലസ് ഫംഗൈ ആണ്. ആൽഗെ എന്ന് പറയുന്നത് എന്താണ്? ഫൈക്കോബയോണ്ടും ഫംഗൈ എന്ന് പറയുന്നത് മൈക്കോബയോണ്ടുമാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിങ്ങനെ തന്നെ ഒരു ബോക്സ് ആക്കി വെച്ച് പഠിച്ചോളാം. അപ്പോൾ സെക്ഷൽ അല്ലെങ്കിൽ റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഇങ്ങനെ മൂന്നായിട്ടാണ് ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ, ബഡ്ഡിങ്. ഫ്രാഗ്മെൻ്റ് ആവുമെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇതുണ്ടെങ്കിൽ ഇത് ഫ്രാഗ്മെൻ്റ് ആവുന്നു, ആ ഓരോ ഫ്രാഗ്മെൻ്റ് ചെയ്യുന്നത് പുതിയ ഓർഗാനിസം ആവുന്നു. ഫിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബാക്ടീരിയ പോലെ ഒരെണ്ണം ഡിവൈഡ് ചെയ്ത് രണ്ടെണ്ണം പുതിയതായി മാറുന്നു. ബഡ്ഡിങ് എന്ന് പറഞ്ഞാലോ ഒരു ഓർഗാനിസത്തിൻ്റെ സൈഡിലേക്ക് ഒരു ബഡ് പോലെ ഫോം ചെയ്യുന്നു, അത് ഡെവലപ്പായി പുതിയ ഓർഗാനിസമായി മാറും. ഇത്രയുമാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? സ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കൊനീഡിയ, സ്പൊറാഞ്ചിയോസ്പോസ്, സൂസ്ബോസ് എന്നിങ്ങനെ. അപ്പോൾ സ്പോസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ സ്പോസ് ജെർമിനേറ്റ് ചെയ്തിട്ട് ഓർഗാനിസം ഡെവലപ്പ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ കൊനീഡിയ ഉണ്ട്, സ്പൊറാഞ്ചിയോഫോസ് ഉണ്ട്, സൂസ്ബോസുകളുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പോഴോ oospause, ascospause, basidiospause. അവർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, രണ്ട് ഡിഫറെൻറ്റ് ഗാമീറ്റുകൾ ഫ്യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പം. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഞാൻ 3 സ്റ്റെപ്പ് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് നോട്ട് ചെയ്ത് തന്നെ വെച്ചോളാം. സെക്ഷൽ സൈക്കിൾ എന്ന് പറയുന്നത് 3 സ്റ്റെപ്പാണ് ഫംഗസിലുള്ളത്. ഒന്നാമത്തേത് പ്ലാസ്മോഗമി, രണ്ടാമത്തേത് കാരോഗമി, മൂന്നാമത്തേത് മിയോസിസ്. ഓക്കെ, പ്ലാസ്മോഗമി, കാരോഗമി, മിയോസിസ്. പ്ലാസ്മോഗമിയിൽ എന്താണ് പ്രത്യേകത? പ്ലാസ്മോഗമിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സെല്ലിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റമാണ് ഫ്യൂസ് ചെയ്യുക. അല്ലെങ്കിൽ 2 ഗ്യാമേറ്റ് വന്നു, ആ 2 ഗ്യാമേറ്റും അടുത്തോട്ട് വരുന്നു, എന്നിട്ട് അതിൻ്റെ പ്രോട്ടോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ പ്രോട്ടോപ്ലാസം തമ്മിൽ ഇങ്ങനെ ഫ്യൂസ് ചെയ്ത് ഒന്നായി, പക്ഷെ ന്യൂക്ലിയസ് രണ്ടും അതിൻ്റെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട്. എന്നിട്ടത് നേരെ എന്ത് ചെയ്യുന്നു? ആ ന്യൂക്ലിയസും കൂടെ ഫ്യൂസ് ആകുന്നു, കാരോഗമി ആവുന്നു. ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്നതിന് കാരോഗമി എന്നും പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യുന്നതിന് പ്ലാസ്മോഗമി എന്നുമാണ് നമ്മൾ പറയുന്നത്.
കാരിയോഗമി നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? സൈഗോട്ടാണ്. ഈ സൈഗോട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? മിയോട്ടിക് ഡിവിഷൻസ് അണ്ടർ, അതായത് റിഡക്ഷൻ ഡിവിഷൻ, ഒന്ന് ഡിവൈഡ് ചെയ്ത് 4ആയി, അങ്ങനെ ആ 4 സ്പോറുകൾ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ആവുന്നു. ആ സ്പോർസ് എന്ത് ചെയ്യുന്നു? സ്പോർ പ്രൊഡ്യൂസിങ് സ്ട്രക്ചേഴ്സ്, അതായത് കൊന്യൂഡിയോഫോർ ആകാം, ബെസിഡിയോ കാർപ്പ് ആകാം, ആ സ്ട്രക്ചറിൽ എന്ത് ചെയ്യുന്നു? ഈ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സ്പോർസ് പിന്നെ എന്ത് ചെയ്യുന്നു? മൈസീലിയമായിട്ട് ജനറേറ്റ് ചെയ്യുന്നു. പിന്നെ അതൊരു ഫ്രൂട്ടിംഗ് ബോഡീസ് ഒക്കെ ഉണ്ടാക്കി ഡെവലപ്പ് ആവുന്നു. ഇതാണ് ഫംഗസിൻ്റെ സെക്ഷുവൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ് ആണ് 3 സ്റ്റെപ്പ്. ബെസൈഡിയോമൈസിലും എസ്കോമൈസിലും അതിൻ്റെ ഇടയിൽ ഒരു ഫേസ് ഉണ്ട്, അതാണ് ഡൈകാരിയോട്ട് ഫേസ്. അതായത് പ്ലാസ്മോഗമി നടന്നു കഴിഞ്ഞു, പക്ഷെ ന്യൂക്ലിയസ് എന്താണ്? ഫ്യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് നേരം ഈ ഒരു ഫേസ് ഇങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പോൾ ഇതിനെ നമ്മൾ ഡൈകാരിയോൺ എന്നാണ് പറയുക. ഈ ഫേസിനെ ഡൈകാരിയോ ഫേസ് എന്ന്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഫ്ലോ ചാർട്ട് ഇതേപോലെ നിങ്ങൾ വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ് ആണ്. ബെസിഡിയോമൈസിലും എസ്കോമൈസിലും എന്താണ്? പ്ലാസ്മോഗമി കഴിഞ്ഞ് ഡൈകാരിയോട്ട് ഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ റീപ്രൊഡക്ഷൻ ക്ലിയർ ആയില്ലേ മക്കളെ? റീപ്രൊഡക്ഷൻ കഴിഞ്ഞു. സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, ഇതാണ് എസ്കോമൈസിലും ബെസിഡിയോമൈസിലും ഒരു ഡൈകാരിയോട്ടിക് സ്റ്റേജ് ഉണ്ടെന്നും പറഞ്ഞത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ട്സ് തന്നിട്ടുണ്ട്. ഇനി ഫംഗസിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസസിലേക്ക് പോവാണ്. ഫൈക്കോമൈസിറ്റ്, എസ്കോമൈസിറ്റ്, ബെസിഡിയോമൈസിറ്റ്സ് ആൻഡ് ഡ്യൂട്ടിറോമൈസിറ്റ്സ്. ഓക്കെ, 4 ഡിഫറെൻറ്റ് ക്ലാസ്സുകളാണ്. ഫൈക്കോമൈസൈറ്റ്സ് ഉണ്ട്, എസ്കോമൈസൈറ്റ്സ് ഉണ്ട്, ബെസിഡിയോമൈസൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടിറോമൈസൈറ്റ്സ്. ഈ മൈസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫംഗസിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഓർത്ത് വെക്കണം. ബാക്കി ആദ്യത്തെ പേര് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഫൈക്കോ, എസ്കോ, ബെസിഡിയോ, ഡ്യൂട്ടിറോ. ഫൈക്കോ, എസ്കോ, ബെസിഡിയോ, ഡ്യൂട്ടിറോ. ഓക്കെ, ഫൈക്കോ, എസ്കോ, ബെസ്കോ, ഡ്യൂട്ടിറോ. ഫൈക്കോ, എസ്കോ, ബെസിഡിയോ, ഡ്യൂട്ടിറോ. ഇങ്ങനെ ജോയിൻ ചെയ്ത് തന്നെ പഠിക്കാം. അതിൽ ഫൈക്കോമൈസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെഡ് മോൾഡ് ഒക്കെ കാണുന്ന മ്യൂക്കർ, ആൽബുഗോ, റൈസോബസ്, ഇതൊക്കെ ഫൈക്കോമൈസൈറ്റ്സിൽ വരുന്നതാണ്. എസ്കോമൈസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സാക് ഫംഗൈ എന്ന് നമ്മളറിയാം, ഒരു സഞ്ചി പോലെ കാണുന്നതുകൊണ്ട്. അതിലാണ് ഈസ്റ്റ്, പെനിസിലിയം, ന്യൂറോസ്പോറ ഒക്കെ വരുന്നത്. ബെസിഡിയോമൈസൈറ്റ്സ് ആണ് നമ്മൾ കാണുന്ന മഷ്റൂംസ്, പക്സീനിയ, എസ്റ്റിലേജോ ഒക്കെ വരുന്നത്. ഡ്യൂട്രോമൈസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫംഗൈ ഇംപെർഫെക്റ്റ്, അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ഫംഗൈ നമ്മൾ പറയുന്നതാണ്. നോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ഓൾട്ടർനറി ആണ് ഇംപെർഫെക്റ്റ് ഫംഗൈ ഡ്യൂട്ടിറോമൈസൈറ്റ്സിൽ വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേഗം നോക്കി പോകാം. ഫൈക്കോമൈസൈറ്റ്സിൽ എന്താണ്? അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിലും വുഡ്, ഡിക്കേയിങ് വുഡിലൊക്കെ നമ്മൾ കാണും. അസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക് ആണ്. ഈ ഒരു പോയിന്റ് എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. അസെക്ഷൽ റീപ്രൊഡക്ഷൻ സൂസ്പോസിലും എപ്ലാനോസ്പോസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസെക്ഷൽ സ്പോസിൻ്റെ മൂവ് ചെയ്യാൻ പറ്റുന്നത് സൂസ്പോസ് ആണ്, അല്ലാത്തത് എപ്ലാനോസ്പോസ്. അതുവഴിയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. സ്പൊറാഞ്ചിയം ഫോം ചെയ്യുന്നത്. സൈഗോസ്പോർ ആണ് എന്ത് ചെയ്യുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാവുന്നത്. അത് മോർഫോളജിക്കലി ചിലത് ഐസോഗമീസ് ആകാം, അനൈസോഗമീസ് ആകാം. ഒരേപോലെ ഇരിക്കുന്നവരും ആകാം, 2 മെയിലും ഫീമെയിൽ ഗ്യാമറ്റും അല്ലാത്തതും ആവാം. സം കോമൺ എക്സാമ്പിൾസ് ആണ് മ്യൂക്കർ, റൈസോബസ്. അപ്പോൾ ആ എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. മ്യൂക്കർ, റൈസോബസ് ഒക്കെ ബ്രെഡ് ഓൾഡ് ഉണ്ടാക്കുന്നൊക്കെ എന്താണ്? ഫൈക്കോമൈസൈറ്റ്സ് ആണ്. എസ്കോ, സാക് ഫംഗൈ നമ്മൾ പറയുന്നതാണ് എന്ത്? എസ്കോമൈസൈറ്റ്സ്. എസ്കോമൈസൈറ്റ്സിൽ പ്രധാനമായിട്ട് ഓർത്ത് വെക്കാം, മോസ്റ്റ്ലി മൾട്ടി സെല്ലർ ആണ്, സാപ്രോഫൈറ്റിക് ഡീകമ്പോസേഴ്സ് ആണ്, ആൻഡ് മൈസീലിയം എന്താണ്? ബ്രാഞ്ച് ആൻഡ് സെപ്റ്റേറ്റ് ആണ്. അപ്പോൾ നേരത്തേത് സീനോസൈറ്റിക് ആയിരുന്നു, അസെപ്റ്റേറ്റ് ആയിരുന്നു. ഇവിടെ ബ്രാഞ്ച് ആൻഡ് സെപ്റ്റേറ്റ് ആയി. അപ്പോൾ അതിൻ്റെ മേജർ എക്സാമ്പിൾസ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? എസ്പെർജില്ലസ്, ക്ലാവിസബ്സ്, ന്യൂറോസ്പോറ. അപ്പോൾ ഇവരും എന്താ ചെയ്യുന്നത്? സെക്ഷൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് കൊനീഡിയോഫോർ. ഇനി ജോമിനേറ്റ് ചെയ്തിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫോം ചെയ്യുമ്പോൾ മൈസീലിയം, എസ്കോസ്പോസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻഡോജീനിയസിൽ അവർ അസൈ ഫോം ചെയ്യുന്നുണ്ട്. ആ അസൈൻ്റെ ഉള്ളിലാണ് എസ്കോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുക. ആ അസൈ ഡെവലപ്പ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഫ്രൂട്ടിംഗ് ബോഡീസ്, എസ്കോ കാർപ്പിൽ എന്ത് ചെയ്യുന്നു? ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ടാക്കി അത് പിന്നെ ജെർമിനേറ്റ് ചെയ്ത് ഡെവലപ്പ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ എക്സാമ്പിൾ മറന്നു പോകരുത്. ക്ലാവിസബ്സ്, ന്യൂറോസ്പോറ, അതുപോലെ തന്നെ എസ്പെർജില്ലസ് എവിടെയാണ്? നമ്മുടെ എസ്കോമൈസൈറ്റ്സ് ആണ്. എസ്കോ, എസ്പെർജില്ലസ്, എസ് ഒന്ന് ഓർത്താൽ മതി. മൂന്നാമത്തേത് ബെസിഡിയോമൈസൈറ്റ്സ്, നമ്മുടെ മഷ്റൂംസിൻ്റെ ഗ്രൂപ്പാണെന്ന് ആലോചിക്കുക. ഓക്കെ, ബ്രാക്കറ്റ് ഫംഗൈ അല്ലെങ്കിൽ പഫ് ബോൾസ് എന്നൊരു കോമൺ നെയിം ഒക്കെ നമ്മൾ കൊടുക്കും. അത് വെച്ചിട്ടും എന്ത് ചോദിക്കാറുണ്ട്? 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ആൻഡ് റസ്റ്റ്, സ്മട്സ്, ഇതുപോലത്തെ പാരസൈറ്റ്, വീറ്റിൽ, നെല്ലിൽ, ഗോതമ്പിലൊക്കെ റസ്റ്റ് ഡിസീസ് ഉണ്ടാക്കുന്ന ആരാണ്? നമ്മുടെ ഈ ഒരു ബെസിഡിയോമൈസൈറ്റ്സ് ആണ്. പക്സീനൊക്കെ വരുന്നത് ബെസിഡിയോമൈസൈറ്റ്സിലാണ്. ഇപ്പോൾ സെക്സ് ഓർഗൻസ് ഇവർക്ക് ആബ്സെൻ്റ് ആണ്. പ്ലാസ്മോഗമി ബ്രോട്ട് അബൌട്ട് ഫ്യൂഷൻ ഓഫ് ടു വെജിറ്റേറ്റീവ് ഓർ സൊമാറ്റിക് സെൽസ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതിന് പകരം ഇവരെന്ത് ചെയ്യുന്നു? ഈ ഒരു ബെസിഡിയോസ്പോർസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സോജീനിയസ്ലി, പുറമെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സോജീനിയസ് എന്ന് പറഞ്ഞാൽ പുറമെ, എൻഡോജീനിയസ് പറഞ്ഞാൽ ബോഡിക്ക് അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ബെസിഡിയോ എന്ത് ചെയ്യുന്നു? ഇതുപോലെ ഫ്രൂട്ടിംഗ് ബോഡീസ് അറേഞ്ച് ചെയ്യുന്നു. ബെസിഡിയോ കാർപ്പ്. അതിലെ മേജർ എക്സാമ്പിളാണ് അഗാരിക്കസ് അല്ലെങ്കിൽ മഷ്റൂംസ്. അത് ചോദിക്കുവേ.
അഗാരിക്കസ് ആണ് എന്ത് മഷ്റൂം എന്ന് ഓർത്ത് വെക്കണേ. അതുപോലെ അസ്റ്റിലോജിയാണ് സ്മട്ട്, പക്സീനിയ റെസ്റ്റ് ഫംഗസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എക്സാമ്പിൾ എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ കൂണുകൾ പ്രധാനമായിട്ടും വരുന്നത് ബസീഡിയോമൈസീഡ്സിലാണ്. പിന്നെ നമ്മൾ ഡ്യൂട്ടിറോമൈസീഡ്സിലേക്ക് കിടക്കുമ്പോൾ ഒന്നാമതായിട്ട് ഓർത്ത് വെക്കേണ്ടത് ഇൻപെർഫെക്റ്റ് ഫംഗൈ എന്നാണ്, അല്ലെങ്കിൽ ഫംഗൈ ഇൻപെർഫെക്റ്റായി എന്ന് നമ്മൾ പറയും. അപ്പോൾ കോമൺലി ഇവരെന്താണ് ഇംപെർഫെക്റ്റ് ഫംഗൈ ആണ്. കാരണം എന്താണ്, ഓൺലി ദ അസെക്ഷൽ ഓർ വെജിറ്റേറ്റീവ് ഫേസ് ഓഫ് ദീസ് ഫംഗൈ ആർ നോട്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒട്ടും നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഫംഗസിൻ്റെ ഒരു മേജർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എനിക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല. സോ ദേ ഡിസ്കവേർഡ് മൂഡ് ഇൻ ടു ക്ലാസ് ദേ റൈറ്റ്ലി ബിലോങ് ടു. അസെക്ഷൽ ആൻഡ് വെജിറ്റേറ്റീവ് സ്റ്റേജ് ഉണ്ടാവുന്നുണ്ട്. സെക്ഷൽ സ്റ്റേജ് അനദർ പ്ലേസ്ഡ് അണ്ടർ അനദർ ക്ലാസ് ആണ്. കാരണം ഇവരിൽ കുറേ വേരിയേഷൻസ് ഉണ്ട്. ഫംഗസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും ആണെന്നും പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ്. ആൻഡ് ലേറ്റർ വെൻ ലിങ്കേജസ് വെർ എസ്റ്റാബ്ലിഷ്, അതായത് ഇവർ തമ്മിലുള്ള കണക്ഷൻ ലിങ്കേജസ് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ ഫംഗൈ എന്ത് ചെയ്തു, കറക്റ്റ്ലി ഐഡൻറ്റിഫൈ മൂഡ് ഔട്ട് ഓഫ് ഡ്യൂട്രോമൈസിഡ്സ്. അപ്പോൾ എന്ത് ചെയ്തു, ഡ്യൂട്രോമൈസിഡ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയാണ് ചെയ്തത്. പെർഫെക്റ്റ് സ്റ്റേജസ് ഓഫ് ഡ്യൂട്രോമൈസിഡ്സ് വർ ഡിസ്കവർഡ്. ദേ വർ ഓഫൺ മൂവ് ടു എസ്കോമൈസിഡ്സ് ആൻഡ് ബെസിഡിയോമൈസിഡ്സ്. ഇതിൽ കുറേ എക്സാമ്പിൾസിന് ചിലത് ഫംഗസുമായിട്ട് റിലേഷൻ ഉണ്ട്, ചിലതില്ല. അപ്പോൾ ഇതിൽ വീണ്ടും എന്ത് ചെയ്തു, കണ്ടുപിടുത്തങ്ങൾ നടത്തിയപ്പോൾ കുറേ ഇതിനെ നമ്മുടെ എസ്കോമൈസിഡ്സിലേക്കും ബാക്കി ചിലതിനെ എന്ത് ചെയ്തു ബെസിഡിയോമൈസിഡ്സിലേക്കും മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെന്താണ് ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന ഗ്രൂപ്പിൽ അറിയിച്ചിരുന്നത്. ആൻഡ് ദേ റീപ്രൊഡ്യൂസ് ഓൺലി ബൈ അസെക്ഷൽ സ്പോർസ് നോൺ എസ് കൊനീഡിയ. കൊനീഡിയ എന്ന അസെക്ഷൽ സ്പോർ വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൈസീലിയം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മൈസീലിയം എന്താണ്, സെപ്റ്റേറ്റ് ആണ്, ബ്രാഞ്ച്ഡ് ആണ്. സാപ്രോഫൈറ്റ്സ് ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്. എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക, ഓൾട്ടർനേറിയ, കോളിറ്റോ ട്രൈഗം ആൻഡ് ട്രൈക്കോഡെർമ. ഇവരാണ് എന്ത് നമ്മുടെ ഇംപെർഫെക്റ്റായി ഫംഗൈൻ്റെ എക്സാമ്പിൾസ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവർ ലേറ്റർ ആയിട്ട് ഇവരെ എന്ത് ചെയ്തു, ബാക്കി സ്പ്ലിറ്റപ്പ് ചെയ്തു, ഇത് ഇംപെർഫെക്റ്റ് ഫംഗൈ ആയതുകൊണ്ട്. ഓക്കെ, അപ്പം 4 കിങ്ഡം ഫംഗൈ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ കിങ്ഡം പ്ലാന്റേയും ആനിമലേയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് അടുത്ത ചാപ്റ്ററിലോട് നിങ്ങൾ എല്ലാം എലാബറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. നമ്മൾ വൈറസ്, വൈറോയിഡ്സ്, പ്രയോൺസ് ആൻഡ് ലൈക്കൻസിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അത് മാത്രമല്ല ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് PYQs വരുന്ന ഒരു ഏരിയയും കൂടിയാണ്, കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ദേ ആർ നോട്ട് മെൻഷൻഡ് ഇൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒരു വലിയ ഡീമെറിറ്റ് ആണ്. ഇവരെ ഒന്നും അവരെന്ത് ചെയ്തില്ല, അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത്. വൈറസ്, വൈറോയിഡ്, പ്രയോൺസ് ആൻഡ് നോൺ സെല്ലുലാർ, ഇവർക്ക് എന്തില്ല, ഒരു സെല്ലില്ല, ഒരൊറ്റ സെല്ലായിട്ടല്ല ഇവരെ കാണുന്നത്. നോട്ട് ട്രൂലി ലിവിങ്, അവർ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒന്നും ഉണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. സോ ദേ ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസിഫിക്കേഷൻ. അതുകൊണ്ടാണ് ഇവരെ എവിടെ ആഡ് ചെയ്യാത്തത്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ ആഡ് ചെയ്തത്. ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ, ജീവനുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ലിവിങ് ഓർഗാനിസത്തിനാണ് വിറ്റാഗർ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ അതൊരു ഡീമെറിറ്റ് ആണ്. വൈറസസ് ഹാവ് ആൻ ഇന്നേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഔട്ട്സൈഡ് ദ സെൽ. ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആണ്. ഒബ്ലിഗേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കംപ്ലീറ്റ് പാരസൈറ്റ് ആയിട്ട് നമുക്ക് പറയത്തില്ല. They infect a cell, they take over machinery of host cell to replicate themselves. വൈറസിൻ്റെ പ്രത്യേകത എന്താ, കൊറോണ വൈറസ് കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വൈറസ് പുറമേ ഒരു ഔട്ടർ എൻവയോൺമെൻറ്റിൽ നിൽക്കുമ്പോൾ അത് ഡെഡാണ്, ഒരു ആക്ഷനും ഇല്ല, ഇൻആക്റ്റീവ് സ്റ്റേജ് ആണ്. ഒരു ലിവിങ് ബോഡീൻ്റെ ഉള്ളിലേക്ക് കയറി, നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ കയറിയാൽ നമ്മുടെ ഫുൾ മെഷീനറി സിസ്റ്റം അവർ ഏറ്റെടുത്ത് അവരുടെ കൺട്രോളിലാക്കും. പിന്നെ വൈറസ് ആണ് അവിടെ ഡെവലപ്പ് ആവുക, അവർ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ബോഡി കംപ്ലീറ്റ് അങ്ങ് സ്പ്രെഡ് ആകും. സോ ഇത് കൂടുതലായിട്ടും നിങ്ങൾ ഓർക്കണേ, ലൂയിസ് പാസ്റ്റർ ആണ് ആദ്യമായിട്ട് ഈ വൈറസിൻ്റെ പേര് കണ്ടുപിടിച്ചത്. അതായത് വൈറസ് എന്ന പേരിൻ്റെ അർത്ഥം വെനം എന്നാണ്. എന്തുകൊണ്ടാണ് വെനം എന്ന് പേര് കൊടുക്കാൻ കാരണം, ഇത് വളരെ പോയ്സണസ് ആണ്, ടോക്സിക് ആയതുകൊണ്ടാണ് ലൂയിസ് പാസ്റ്റർ എന്ത് ചെയ്തത്, വെനം അല്ലെങ്കിൽ പോയ്സണസ് ഫ്ലൂയിഡ് എന്ന മീനിങ് തരുന്ന വൈറസ് എന്നൊരു പേര് ഇതിന് കൊടുത്തത്. ഓർത്ത് വെക്കുക, ഇവരെന്ത് ചെയ്യും, ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ കയറിയാൽ അപ്പം തന്നെ കംപ്ലീറ്റ് മെഷീനറി ഇവർ ഏറ്റെടുത്തിട്ട് പിന്നെ ഇവരാണ് എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നതല്ല, ഇവരാണ് ഇത് റൂള് ചെയ്യുന്നത്. ഇനി വൈറസ്, നമ്മുടെ കൊറോണ വൈറസ്. അടുത്തത് ഈ ബാക്ടീരിയോ ഫേസ് ഉണ്ട്. വൈറസ് ദാറ്റ് അഫക്റ്റ് ബാക്ടീരിയ. ബാക്ടീരിയനേക്കാളും ചെറിയ ആൾക്കാരാണ് ആര്, നമ്മുടെ ഈ വൈറസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബാക്ടീരിയനേക്കാളും ചെറുതായതുകൊണ്ട് തന്നെ ബാക്ടീരിയനെ അഫക്റ്റ് ചെയ്യുന്ന വൈറസ് ഉണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്ന ബാക്ടീരിയോ ഫേജ്. ഒരു വലിയ ഹെഡുണ്ട്, പിന്നെ ഇതാ ഇതുപോലെ ഒരു വലിയ ടെയിൽ, ഇതൊരു കോളർ ഭാഗം, നെക്ക് ഭാഗം കാണാം, പിന്നെ എന്താണ് ടെയിൽ ഭാഗം കാണാം. അപ്പോൾ പുറമേ ഒരു പ്രോട്ടീൻ കോട്ടും ഉള്ളിലൊരു ന്യൂക്ലിക് ആസിഡുമാണ് ഇവർക്കുള്ളത്. അതാണ് ഈ
വൈറസ് എന്ന സ്ട്രക്ചർ നമ്മൾ പറയുന്നത്. പുറമേ ഒരു പ്രോട്ടീൻ കൂട്ടും, ഉള്ളിലൊരു ന്യൂക്ലിക് ആസിഡ്, ഇത് DNA അല്ലെങ്കിൽ RNA ആണ് നമ്മൾ കാണുക. ഹി റെക്കഗ്നൈസ് certain microbe that cause mosaic disease of tobacco smaller than bacteria because they pass through bacteria proof filters. അപ്പം വൈറസിനെ ആദ്യമായിട്ട് ഡിസ്കവറി ചെയ്തത് ആരാണ്? DJ ഇവനോസ്കി ആണ്. ഇദ്ദേഹം എന്ത് ചെയ്തു? ബാക്ടീരിയനെ ഫിൽട്ടർ ചെയ്യുന്നതിലൂടെയും എന്ത് ചെയ്തു? ഈ വൈറസ് പോകുന്നത് കണ്ടു. കാരണം ബാക്ടീരിയനേക്കാൾ ചെറുതാണ്. ബാക്ടീരിയനെ ഫിൽട്ടർ ചെയ്യുന്ന സാധനത്തിലൂടെ എന്ത് ചെയ്യും? വൈറസ് സ്വാഭാവികമായിട്ട് ഫിൽട്ടർ ചെയ്ത് നിൽക്കില്ല, അതിലൂടെ പോകും. സോ ബാക്ടീരിയ പ്രൂഫ് ഫിൽട്ടേഴ്സിലൂടെയും ഇത് പാസ് ചെയ്യുന്നു, അത്രയും ചെറുതാണ് എന്ന് DJ ഇവാനോസ്കിക്ക് മനസ്സിലായി. ടൊബാക്കോ മൊസൈക് വൈറസിനെ പറ്റിയിട്ടാണ് ഇത് പറഞ്ഞത്. പിന്നെ MW ബെജറിൻക് ഉണ്ട്. ബെജറിൻക് എന്ത് ചെയ്തു? ഈ സയൻറ്റിസ്റ്റുകളൊക്കെ പേര് കൊടുക്കണേ. ലൂയിസ് പാസ്റ്റർ പേര് കൊടുത്തു. ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? ഇവാനോസ്കിയാണ്. അത് കഴിഞ്ഞ് MW ബെജറിൻക് എന്ത് ചെയ്തു? 1898 ഡെമോൺസ്ട്രേറ്റഡ് എക്സാക്ട് ഓഫ് ദി ഇൻഫെക്റ്റഡ് പ്ലാന്റ്സ് ഓഫ് ടൊബാക്കോ കുഡ് കോസ് ഇൻഫെക്ഷൻസ് ഇൻ ഹെൽത്തി പ്ലാന്റ് ആൻഡ് കോൾഡ് ഫ്ലൂയിഡ്സ് കണ്ടേജിയം വൈവം ഫ്ലൂയിഡ്. ഇത് പല തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഈ കണ്ടേജിയം വൈവം ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇൻഫെക്ഷസ് ലിവിങ് ഫ്ലൂയിഡ് എന്ന് വിളിച്ചത് ആരാണ് എന്ന്. അത് MW ബെജറിൻക് ആണ്. എന്തുകൊണ്ടാണ് വിളിച്ചത്? ആ ടൊബാക്കോ മൊസൈക് പ്ലാന്റിലെ ആ ഫിൽട്ടർ ചെയ്ത സാധനം വേറൊരു ഹെൽത്തി പ്ലാന്റിനെയും ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഇദ്ദേഹം കണ്ടെത്തി. അതുകൊണ്ടാണ് കണ്ടേജിയം വൈവം ഫ്ലൂയിഡം എന്ന് ഇദ്ദേഹം അതിനെ വിളിച്ചത്. WM സ്റ്റാൻലി showed that viruses could be crystallized and crystal consists largely of proteins. ഈ ഫ്ലൂയിഡിനെ ക്രിസ്റ്റലൈസ് ചെയ്തപ്പോഴാണ് ഇതുപോലെ ഒരു പ്രോട്ടീൻ സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ ഇവർ റിച്ച് ഓഫ് പ്രോട്ടീൻ ആണ് എന്ന് കണ്ടുപിടിച്ചത് WM സ്റ്റാൻലി ആണ്. അങ്ങനെ എന്ത് മനസ്സിലാക്കി? വൈറസ് ഈസ് എ ന്യൂക്ലിയോ പ്രോട്ടീൻ, ഒരു ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും ചേരുന്നതാണ് വൈറസ് എന്ന് അദ്ദേഹം കണ്ടെത്തി. അതായത് അവർക്കൊരു പ്രോട്ടീൻ കോട്ടുണ്ട്, അതിനെയാണ് നമ്മൾ ക്യാപ്സിഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് ഇവർക്ക് എന്തുണ്ട്? DNA അല്ലെങ്കിൽ RNA ഉണ്ട്. അപ്പം ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ് ഇത് വൈറസ് എന്ന് പറയുന്നത്. ഒരു പ്രോട്ടീൻ കോട്ടിൻ്റെ ഉള്ളിൽ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡ് ഉള്ളതിനെയാണ് നമ്മൾ പറയുന്നത് വൈറസ് എന്ന്. അപ്പം RNA ആകാം, DNA ആകാം. നോ വൈറസ് കണ്ടെയ്ൻസ് ബൂത്ത് RNA ആൻഡ് DNA. രണ്ടും കൂടെ നമുക്ക് വൈറസിൽ കാണാൻ പറ്റില്ല. ജനറ്റിക് മെറ്റീരിയലാണ് ഇൻഫെക്ഷ്യസ് ആണ്. ഈ ജനറ്റിക് മെറ്റീരിയലാണ് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ കയറി ആ ഒരു കൺട്രോൾ ഏറ്റെടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. And generally viruses that infect plants are single stranded RNA. കൂടുതലായിട്ടും പ്ലാന്റ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA കാണുന്ന വൈറസ് ആണ്. ആനിമൽസിലോ സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഒക്കെ നമ്മൾ കാണുന്നതാണ്. പിന്നെ ഉള്ളത് ബാക്ടീരിയോഫേജസ്. ബാക്ടീരിയനെ എഫക്റ്റ് ചെയ്യുന്ന വൈറസ് ആണ്. അവർക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് കാണപ്പെടാറ്. അപ്പം ഇതാണ് 3 ടൈപ്പ് ഓഫ് വൈറസസ്. പ്ലാന്റ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്, ആനിമൽസിനെ എഫക്റ്റ് ചെയ്യുന്നത്, ബാക്ടീരിയനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ബാക്ടീരിയോഫേജ് ആ ടേം ഓർത്ത് വെക്കുക. വൈറസ് ഇൻഫെക്റ്റ് ദാറ്റ് ബാക്ടീരിയ ആണ് എന്ത്? ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ടിനെയാണ് നമ്മൾ ക്യാപ്സിഡ് എന്ന് പറയുന്നത്. അതിൽ ചെറിയ സബ് യൂണിറ്റ് ഉണ്ട്. നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ ഓരോ സബ് യൂണിറ്റ് ഉണ്ട്. ആ സബ് യൂണിറ്റിനെയാണ് നമ്മൾ ക്യാപ്സോമിയർ എന്ന് പറയുന്നത്. ക്യാപ്സിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ സബ് യൂണിറ്റായ ക്യാപ്സോമിയർ വെച്ചിട്ടാണ്. ഈ പ്രോട്ടീൻ കോട്ടാണ് ഉള്ളിലുള്ള ജനറ്റിക് മെറ്റീരിയലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ക്യാപ്സോമിയർസ് ആർ അറേഞ്ച് ഇൻ ഹെലിക്കൽ ഓർ പോളിഹിഡ്രൽ ഫോംസ്. ഹെലിക്കലായിട്ടോ അല്ലെങ്കിൽ പോളിഹിഡ്രൽ ആയിട്ടോ ഒക്കെ എന്ത് ചെയ്യാം? ക്യാപ്സിഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് വൈറസുകൾ. രണ്ടാമത്തെ കാറ്റഗറിയിലുള്ളവരാണ് വൈറോയിഡ്സ്. വൈറോയിഡ്സ് എന്ന് പറയുന്നതും ഇൻഫെക്ഷ്യസ് ഏജന്റ് ആണ്. ഫ്രീ ലോ മോളിക്കുലാർ വെയിറ്റ് RNA ആൻഡ് നോ പ്രോട്ടീൻ കോട്ട്. അതായത് വൈറസിനൊരു പ്രോട്ടീൻ കോട്ട് ഉണ്ടായിരുന്നു, ഇവർക്ക് എന്തില്ല? പ്രോട്ടീൻ കോട്ടില്ല. പ്രോട്ടീൻ കോട്ടും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ആൾക്കാരാണ് ഇത് വൈറോയിഡ്. സോ ദേ ആർ സ്മോളർ ദാൻ വൈറസ്. ബാക്ടീരിയനേക്കാൾ ചെറുതാണ് വൈറസ് എന്ന് നമ്മൾ പറഞ്ഞു. വൈറസിനേക്കാളും ചെറിയ ഓർഗാനിസം ഉണ്ട്, അതാണ് ആര്? വൈറോയിഡ് എന്ന് നമ്മൾ പറയുന്നത്. ഡിസ്കവർഡ് ബൈ T.O. Diner. വൈറോയിഡ്സ് കൊണ്ടുവന്നത് T.O. Diner ആണ് കണ്ടുപിടിച്ചത്. ഫൗണ്ട് ദാറ്റ് ഇറ്റ് കോസ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ, ആ ഒരു ഉരുളക്കിഴങ്ങിന് വരുന്ന ട്യൂബർ ഡിസീസ് വൈറോയിഡ് കൊണ്ടാണെന്ന് കണ്ടെത്തി. ഇതുപോലെ ഒരു ജനറ്റിക് മെറ്റീരിയൽ മാത്രമാണ് ഇവരെ കാണുക. T.O. Diner ആണ് ഇത് കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പം വൈറസ് ഏതാണ്? ബാക്ടീരിയ നമ്മൾ പറയുമ്പോൾ വൈറസ് ആണിത്. അതിലും ചെറു ജനറ്റിക് മെറ്റീരിയൽ മാത്രം കാണുന്നതാണ് ഇത് വൈറോയിഡ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് എക്സെപ്ഷനിൽ വരുന്ന കീസാണ് പ്രയോൺസ്. പ്രയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ ദാറ്റ് കോസ് സം ഇൻഫെക്ഷ്യസ് ന്യൂറോളജിക്കൽ ഡിസീസസ്. ഒരു പ്രോട്ടീൻ ഇങ്ങനെ ചുരുണ്ട് മടങ്ങിയിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ പ്രയോൺ. ആ പ്രോട്ടീനാണ് എന്ത് ചെയ്യുന്നത്? ഇൻഫെക്ഷ്യസ് ആവുന്നത്. സിമിലർ ഇൻ സൈസ് ടു വൈറസ്. വൈറസിൻ്റെ തന്നെ സൈസിലാണ് കാണുക. ദേ കോസ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി, BSE എന്ന് പറയുന്ന ഡിസീസ്. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി എന്ന ഡിസീസ് അല്ലെങ്കിൽ മാഡ് കൗ ഡിസീസ്. ഓർത്ത് വെക്കണേ, ഡിസീസ് ഒക്കെ ചോദിക്കുന്നതാണ്. മാഡ് കൗ ഡിസീസ് അല്ലെങ്കിൽ ബൊവൈൻ
സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി PYQ ഇമ്പോർട്ടൻറ്റ് PYQയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെക്കുക. അപ്പോൾ ഇവരെന്താണ് കൂടുതലായിട്ടും ഈ ഒരു ഡിസീസാണ് കോസ് ചെയ്യുന്നത്. കാറ്റിൽസിന് മാഡ് കൗ ഡിസീസ് ഉണ്ടാക്കുന്നു. ആൻഡ് ഇതാണ് ജേക്കബ് ഡിസീസസ് ഇൻ ഹ്യൂമൻസ്. മനുഷ്യരിലെ ജേക്കബ് ഡിസീസസും കോസ് ചെയ്യുന്നത് ആരാണ്? പ്രയോൺസ് ആണ്. ഒരു പ്രോട്ടീൻ കോട്ട് മാത്രമേ ഇവരുള്ളൂ. ഇത്ര മാത്രം നിങ്ങൾക്ക് ഈ സിലബസിൽ പഠിക്കാനുള്ളൂ. പ്രോട്ടീൻ കോട്ട് മാത്രമേ ഉള്ളൂ. വൈറസിൻ്റെ തന്നെ സൈസിൽ നമുക്ക് ഇവരെ കാണാം. മാഡ് കൗ ഡിസീസസ്, ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി, അതുപോലെ ഹ്യൂമൻ ഡിസീസ് ആയിട്ടുള്ള CR ജേക്കബ് ഡിസീസ്, ഇതൊക്കെ എന്താണ് ഇവർ കോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ജേക്കബ് ഡിസീസ് എന്ന് പറയുന്നത് ബ്രെയിൻ ഷ്രിങ്കേജ് ആണ്, ഷോയിങ് സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. ഈ ഒരു ക്രച്ച്ഫെൽഡ് ജേക്കബ് ഡിസീസിനെയാണ് നമ്മൾ CR ജേക്കബ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെയിനിലേക്കാണ് ഇത് ബാധിക്കുന്നത്. ഇത് കോസ് ചെയ്യുന്ന ആരാണ്? പ്രയോൺസ് ആണ്. ലാസ്റ്റ് എന്ന് പറയുന്നത് ലൈക്കൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. ദേ ആർ സിംബയോട്ടിക് അസോസിയേഷൻ, മ്യൂച്വലി യൂസ്ഫുൾ അസോസിയേഷൻ. സിംബയോട്ട്സ് എന്ന് പറഞ്ഞാൽ മ്യൂച്വലി ബെനിഫിറ്റ് ആണ്. ആൽഗെ ആൻഡ് ഫംഗസ് ആണ്. ഇതിൽ ആൽഗൽ കമ്പൗണ്ടിനെ നമ്മൾ ഫൈക്കോബയോണ്ട്, ഓട്ടോട്രോഫിക്, സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്ന ലൈക്കനിലെ ഭാഗമാണ് ഫൈക്കോബയോണ്ട്, അതായത് ആൽഗൽ കമ്പൗണ്ട്. ഫംഗൽ എന്ത് ചെയ്യുന്നു? മൈക്കോബയോണ്ട് ആണ്, ഹെട്രോട്രോഫിക് ആണ്. അപ്പോൾ ആ ഒരു ഹാബിറ്റാറ്റ് കൊടുക്കുന്നു. ഇങ്ങനെ രണ്ടുപേരും എന്താണ് മ്യൂച്വലി ബെനിഫിറ്റ് ആയിട്ടാണ് ലൈക്കൻ കാണുന്നത്. അപ്പോൾ ലൈക്കനും എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് PYQ ആണ്. ഓർത്ത് വെച്ചോ, ലൈക്കിനെ പറ്റി എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഫൈക്കോബയോണ്ടും മൈക്കോബയോണ്ടും ഓർത്ത് വെക്കുക. ആൽഗൽ കമ്പൗണ്ടിനെ ഫൈക്കോബയോണ്ട് എന്നും ഫംഗൽ കമ്പൗണ്ടിനെ മൈക്കോബയോണ്ട് എന്ന് ഓർക്കുക. ഫൈക്കോ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്ലാന്റ് അല്ലെങ്കിൽ ആൽഗീനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. മൈക്കോ എന്ന് പറയുന്നത് എപ്പോഴും ഫംഗസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ടേം വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈക്കൻസ് ക്ലിയർ ആയല്ലോ. അതിൽ ആൽഗെ എന്ത് ചെയ്യുന്നു? ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഫംഗസിന് കൊടുക്കുന്നു. ഫംഗൈ പ്രൊവൈഡ് ഷെൽട്ടർ ആൻഡ് അബ്നോർബ് മിനറൽ ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ ഫോർ ഇറ്റ്സ് പാർട്ട്ണർ. ലൈക്കൻസ് വെരി ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. ഇതാണ് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. എന്തുകൊണ്ടാണ് ലൈക്കൻ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്? കാരണം ലൈക്കൻ ഒരിക്കലും എന്തില്ല, പൊല്യൂട്ടഡ് ഏരിയസിൽ വളരില്ല. അവരെപ്പോഴും ക്ലീൻ സറൗണ്ടിങ്സിലാണ് വളരുക. അപ്പോൾ പൊല്യൂട്ടഡ് ഏരിയാസിൽ ഇവർ വളരാത്തത് കൊണ്ട് തന്നെ ഇവരെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? പൊല്യൂട്ടഡ് ഏരിയാസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ലൈക്കൻസ് ആർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. അപ്പോൾ ഓർത്ത് വെക്കുക, ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടെ മിസ് പറയാണ്. നെറ്റ്വർക്ക് ഓഫ് ഹൈഫൈ ഇൻ ഫംഗൈ, അതിനെയാണ് നമ്മൾ മൈസീലിയം എന്ന് പറയുന്നത്. നെയിം ദ യൂണിസെല്ലുലാർ ഫംഗസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രെഡ് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? വൺ വേർഡ് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ദെൻ മഷ്റൂം നമ്മൾ പറയുന്നു അഗാരിക്കസ് എന്ന്. ബ്രെഡ് മോൾഡ്, ഞാൻ ബെസ്റ്റായിട്ടൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു ഫൈക്കോമൈസീഡ്സിൽ. ഏതാണ് ഈ ബ്രെഡ് മോൾഡ് എന്ന് പറയുന്നത്? റൈസോപ്പസ് ആണ്. നമ്മൾ ഫിഗറിൽ വരെ കണ്ടിരുന്നു. ബ്രെഡ് മോൾഡ് കോസ് ചെയ്യുന്നത് ഏതാണ്? റൈസോപ്പസ് ആണ്. അപ്പോൾ ഇതുപോലെ വേർഡ് പേ റിലേഷൻഷിപ്പ് ആയിട്ടൊക്കെ 1 മാർക്ക് 2 മാർക്കിനൊക്കെ സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പം മഷ്റൂം അഗാരിസസ് ആണെങ്കിൽ ബ്രെഡ് മോൾഡ് എന്താണ്? റൈസോപ്പസ് ആണ്. കണ്ടോ? അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി പഠിക്കുക. കുറേ ക്വസ്റ്റ്യൻസ് ഇതുപോലെ എന്ത് ചെയ്യണം? റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് അറിഞ്ഞ് നന്നായിട്ട് എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഒഴിവാക്കാനില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വെയിറ്റേജ് ആയി മനസ്സിലാക്കി തന്നെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അപ്പോൾ ബയോളജി ക്ലാസിഫിക്കേഷൻ എല്ലാം സെറ്റ് ആയല്ലോ. എല്ലാം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ കമൻസിൽ അറിയിക്കണം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി മിസ് 2 ക്വസ്റ്റ്യൻസും കൂടെ തരികയാണ്. ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം? എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ട്രിപ്പനോസോമ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. അങ്ങനെയാണെങ്കിൽ സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ഏതാണ്? നമ്മൾ പ്രോട്ടോസ്റ്റയിൽ പഠിക്കുന്നതാണെങ്കിൽ പ്രോട്ടോസോവൻസിൽ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ ആണ് ട്രിപ്പനോസോമ എങ്കിൽ സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ഏതാണ് എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്ടീരിയ ക്ലാസിഫൈഡ് ഇൻടു ഡിഫറെൻറ്റ് ഷേപ്പ്, പല ഷേപ്പിൽ നമ്മൾ പറയുന്നുണ്ട്. ഇതിൽ വിബ്രിയം എന്ന് പറയുന്നത് ഏത് ഷേപ്പാണ്? ഇതിൻ്റെ ഷേപ്പ് എന്താണെന്ന് നിങ്ങൾ എഴുതുക. ഈ 2 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഓരോ ചാപ്റ്ററും 1 ഷോട്ട് റിവിഷനും എല്ലാം റിവൈസ് ചെയ്ത് സെറ്റാക്കും. ഇനിയുള്ള എക്സാംസിന് നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യും. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു മക്കളെ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.